ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 5-ാമത്തെ അധ്യായം ഇവിടെ സ്വാധ്യായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്വാധ്യായത്തിൽ നമ്മളിവിടെ ശങ്കര ഭാഷ്യത്തിനനുസരിച്ചിട്ട് ശാസ്ത്ര ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശ്രവണം നമുക്ക് പ്രയോജനപ്പെടുന്നത് 2 വിധത്തിലാണെന്ന് പറയാം. നമുക്ക് സ്വതേ ചിത്തശുദ്ധി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മതത്വത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്ന അജ്ഞാനത്തെ നീക്കി ആ ഒരു ജ്ഞാനപ്രകാശം നമ്മുടെ ഉള്ളിൽ തെളിയുന്നതിന് ഈ ഒരു ശ്രവണം കാരണമായിട്ട് തീരും. ഇനി നമുക്ക് ആ ഒരു ചിത്തശുദ്ധിയുടെ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനത ഉണ്ടെന്നാണെങ്കിൽ ഈ ഒരു ശ്രവണവും അതുപോലെ തന്നെ ഈ ശിബിരവും നമുക്കൊരു സാധനയായിട്ട്, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സാധനയായിട്ടും തീരും. ഇവിടെ ഒരു ശിബിരത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേവലം ഒരു ക്ലാസ് കേട്ട് പോവുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്തോത്രാദികളും ഭജനകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും, നമ്മളെല്ലാവരും ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ അല്ലേ, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാവരും ഉള്ള സൗകര്യത്തിൽ ഒരുമിച്ച് കൂടി താമസിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ അറിയാതെ കുറേ ത്യാഗങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് നമുക്കൊരു സാധനയായിട്ട് തീർന്ന് നമ്മൾ അതിനെ ശരിയായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ട് ഉൾക്കൊള്ളുന്ന സമയത്ത് അത് നമുക്കൊരു സാധനയായിട്ട് തീർന്ന്, മാത്രമല്ല തുടക്കത്തിൽ സ്വാമിജിയൊക്കെ പറയണ്ടായി, നമ്മൾ ഈ ഒരു ഈ ഒരു ശിബിരത്തിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയണ്ടായിട്ടുണ്ട്. കഴിയുന്നത്ര നമ്മുടെ വാക്കിനെയും ഏറ്റവും നമുക്ക് ബഹിർമുഖത ഉണ്ടാക്കി തീർക്കുന്ന ഘടകങ്ങളെ കഴിയുന്നത്ര ഒന്ന് നിയന്ത്രിച്ച് ആഹാര വിഹാരങ്ങളെയൊക്കെ പരമാവധി സാത്വികമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ശിബിരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതും നമുക്കൊരു ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനയായിട്ട് തീരുന്നുള്ളതാണ്. അതോടൊപ്പം ഈ ശ്രവണവും ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നാം, ഇതെനിക്ക് മനസ്സിലാവണില്ലല്ലോ, ആത്മാ അകർത്താവാണ്, അഭോക്താവാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? ഇതത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതെങ്ങനെയാണ് പ്രയോജനപ്രദമാവുക? വേറെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രയോജനപ്രദമാവുമായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശിക്ഷണമല്ല ഈ ഒരു ഗീതാ സ്വാധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്നുള്ള ശങ്ക ചിലപ്പോൾ ഉള്ളിലുണ്ടാവാം. അതിനാണ് പറയുന്നത് നമുക്ക് ഈ ശ്രവണം തന്നെ ഒരു സാധനയായിട്ട് ഫലിക്കുന്നുള്ളത്. ഏതായാലും ഇവിടെ ഈ ഒരു 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. 14-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഈ ഒരു 14ഉം 15ഉം ശ്ലോകങ്ങളാണ് നമുക്ക് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. 14-ാമത്തെ ശ്ലോകം. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ
ന കർമ്മ ഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. 13ാമത്തെ ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ശ്ലോകം വരുന്നത്. ഈ ഒരു 5ാം അധ്യായത്തിൽ നമ്മൾ ഇതുവരെ കണ്ട വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കർമ്മ സന്യാസത്തെയും കർമ്മയോഗത്തെയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 2 മാർഗങ്ങളിൽ തനിക്ക് ഏതാണ് ശ്രേയസ്കരം എന്ന് ഭഗവാനോട് നിശ്ചയിച്ചുറപ്പിച്ച് തനിക്ക് അരുളി ചെയ്യണം എന്നപേക്ഷിച്ചു അർജുനൻ. അതിന് മറുപടിയായിട്ട് ഭഗവാൻ സന്യാസവും കർമ്മയോഗവും ഇവ രണ്ടും നിശ്രേയസത്തില്, പരമമായിട്ടുള്ള ശ്രേയസത്തിലേക്ക് നയിക്കുന്നതാണ് എന്നിരിക്കലും അർജുനനെ സംബന്ധിച്ച് ആയതുകൊണ്ട് ഭഗവാൻ അവിടെ കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കർമ്മയോഗമാണ് എന്ന് ഉപദേശിച്ചു. എങ്ങനെയാണ് കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസത്തിലേക്ക് അഥവാ രണ്ടും മോക്ഷത്തിലേക്ക് നയിക്കുന്നതാകുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ, അഥവാ ഈ ഒരു കർമ്മസന്യാസം എന്നുള്ളത് കർമ്മങ്ങളുടെ പരിത്യാഗമാണ്, കർമ്മയോഗം എന്നുള്ളതാവട്ടെ കർമാനുഷ്ഠാനമാണ്. ഇവ രണ്ടും എങ്ങനെ നിശ്രേയസത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് ഈ 2 സാധനങ്ങളും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. യത് സാഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി എന്ന് പറഞ്ഞു. സാഖ്യം, യോഗം, അതായത് സന്യാസം, കർമ്മയോഗം, ഇവ രണ്ടും തന്നെ മോക്ഷമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഫലൈകത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവ രണ്ടും നിശ്രേയസകരങ്ങളാണ്. പക്ഷെ അവിടെ സംശയം വന്നു, എങ്ങനെയാണ് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗമാണ് വിശിഷ്ടമായിട്ടുള്ളത് എന്ന് പറയാന്നുള്ള സംശയം അവിടെ ശങ്കരാചാര്യസ്വാമികൾ ഉന്നയിച്ച് അതിന് മറുപടി എന്നോണം അടുത്ത 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അയോഗിയായിട്ടുള്ള ഒരാൾക്ക്, അയോഗതഃ യോഗമില്ലാതെ എന്നർത്ഥം, യോഗമില്ലാതെ ഒരാൾക്ക് സന്യാസത്തിലേക്ക് ഉയരുക എന്നുള്ളത് പ്രയാസമായിട്ടുള്ളതാണ്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ. അപ്പൊ യോഗരഹിതമായിട്ടുള്ള സന്യാസം ക്ലേശകരമായിട്ടുള്ളതാണ്, അഥവാ യോഗരഹിതമായിട്ട് സന്യാസത്തെ പ്രാപിക്കുക എന്നുള്ളത് പ്രയാസമായിട്ടുള്ളതാണ്. എന്നാൽ യോഗയുക്തനായിട്ടുള്ള ആളാവട്ടെ, അതായത് യോഗമാർഗത്തിൽ ചരിക്കുന്ന ആളാവട്ടെ, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തെ, ബ്രഹ്മത്തെ ചിരയണ കാലതാമസം ഇല്ലാതെ തന്നെ പ്രാപിക്കുകയും ചെയ്യും എന്ന് യോഗ മാർഗത്തിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് ഭഗവാൻ എടുത്തു പറയുകയാണ് 6ാമത്തെ ശ്ലോകത്തിൽ. അതായത് സന്യാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് യോഗമാണ് എന്നുള്ളത് കൊണ്ട് ആ നിലയ്ക്ക് യോഗത്തെ വിശിഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിലയ്ക്കാണ് ഇവ രണ്ടും ഏകമാണെന്ന് പറയാൻ പറ്റുക? സന്യാസം എന്നുള്ളത് കർമ്മത്യാഗമാണ്, കർമ്മയോഗം എന്നുള്ളതാവട്ടെ കർമ്മ അനുഷ്ഠാനമാണ്. അപ്പൊ ഇവ രണ്ടും പൃഥക്കായിട്ട് മനസ്സിലാക്കുന്നത് ബാലന്മാരാണെന്ന് പറഞ്ഞല്ലോ. സാഖ്യയോഗവും പൃഥക് ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ. പണ്ഡിതന്മാർ ഇവ രണ്ടും വ്യത്യസ്തമാണെന്ന് അറിയുന്നില്ല. ബാലന്മാരാണ്, അവിവേകികളാണ് ഇവയെ രണ്ടിനെയും വ്യത്യസ്തമെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഏത് നിലയ്ക്കാണ് ഇവ ഏകമായിരിക്കുന്നത്? അപ്പൊ അവിടെ പറയാണ്, നമ്മള് 3ാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധിച്ചു, കർമ്മയോഗിക്കും കർമ്മസന്യാസിക്കും ഏത് നിലയ്ക്ക് സാമ്യമുണ്ട്? രണ്ടുപേർക്കും ത്യാഗം എന്നുള്ളതിൽ സമാനതയുണ്ട്. കർമ്മയോഗി കർമ്മങ്ങളെ ബാഹ്യമായിട്ട് സന്യസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ രാഗദ്വേഷങ്ങളെ സന്യസിച്ചവനാണ്. അതുകൊണ്ട് അയാൾ നിത്യസന്യാസിയാണ്, നിർദ്വന്ദ്വനാണ്. ഈ നിലയ്ക്ക് കർമ്മയോഗി കർമ്മസന്യാസിയുമായിട്ട് സാമ്യപ്പെട്ടു നിൽക്കുന്നു. ആ നിലയ്ക്കാണ്
സാഖ്യവും യോഗവും പൃഥക്കല്ല എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല സമ്യക് ദർശനമാകുന്ന മോക്ഷതലത്തിലേക്ക് ഉയരുന്നതിനായിട്ടുള്ള ഉപായം എന്ന വിധത്തിൽ ആരാണോ യോഗയുക്തനായിട്ട് തീരുന്നത്, ആ യോഗയുക്തനായിട്ടുള്ള ആള് ക്രമേണ വിശുദ്ധാത്മാവും വിജിതാത്മാവുമായിട്ട് തീരുന്നു, ജിതേന്ദ്രിയനായിട്ട് തീരുന്നു. അതായത് ശമദമങ്ങളെയൊക്കെ പ്രാപിക്കാൻ യോഗയുക്തനാവുന്നതിലൂടെ ഒരാൾക്ക് സാധിക്കുന്നു. അങ്ങനെ യോഗയുക്തനായിട്ടുള്ള ഒരാൾ സർവഭൂതാത്മഭൂതാത്മാവായിട്ട്, അതായത് ശ്രവണത്തിലൂടെ ആത്യന്തികമായിട്ടുള്ള തത്വത്തെ അറിഞ്ഞ് സർവഭൂതങ്ങളിലും ആത്മരൂപേണ നിലകൊള്ളുന്ന യാതൊരാത്മാവുണ്ടോ അതാണ് തൻ്റെയും സ്വരൂപം എന്നുള്ള തിരിച്ചറിവ് നേടി അയാൾ പരമമായിട്ടുള്ള നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് ഉയരുന്നു. അങ്ങനെയുള്ള ആൾ കുർവൻ അപി ന ലിപ്യതേ. അങ്ങനെയുള്ള ആൾ കർമ്മത്തിൽ ഏർപ്പെട്ടാൽ തന്നെയും അവയാൽ ലിപ്തനാവുന്നില്ല, അയാൾക്ക് കർമ്മവുമായിട്ടുള്ള സംഘം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. കർമ്മം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അയാൾ കർമ്മവുമായിട്ട് ലേപനം ചെയ്യപ്പെടുന്നില്ല. കുർവൻ അപി ന ലിപ്യതേ. അപ്പോ കർമ്മ അനുഷ്ഠാനം ചെയ്യുമ്പോഴും അതുമായിട്ട്, അതായത് ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ഈ സർവഭൂതാത്മഭൂതാത്മാവായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നത് കുർവൻ അപി ന ലിപ്യത എന്നാണ്. അയാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിലും ലേപനം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ബാഹ്യമായിട്ട് കരണങ്ങളെ കൊണ്ട് അയാൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ അയാൾക്ക് അതുമായിട്ടുള്ള സംഘം ഉണ്ടാവുന്നില്ല. അപ്പൊ സംഘരാഹിത്യം എവിടെയുണ്ട്? ഈ ഒരു ആത്മജ്ഞാനിയിലുണ്ട്. അതിനെ ഒന്നും കൂടി വിശദമാക്കിയിട്ട്, ഇതൊക്കെ ഒരു നിധിധ്യാസനത്തിന്റെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. കുർവൻ അപി ന ലിപ്യതേ എന്നും തൊട്ടടുത്തതായിട്ട് അതിനെ തന്നെ വിശദമാക്കിയിട്ട് നൈവ കിഞ്ചിത് കരോമിതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ. അതായത് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യമായിട്ട്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ബാഹ്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണെന്നുണ്ടെങ്കിലും നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത്. അതെന്തിനുള്ള വിശദീകരണമാണ്? തൊട്ടു മുന്നിൽ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യത. സർവഭൂതാത്മഭൂതാത്മാവായിട്ടുള്ള ആള് എന്ന് വെച്ചാൽ തത്വജ്ഞാനിയായിട്ടുള്ള ആള് കുർവൻ അപി കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ന ലിപ്യതയെ രണ്ട് ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം അയാൾക്ക് ഉണ്ടാവണില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ, അടുത്ത 2 ശ്ലോകങ്ങളിൽ ഒന്നും കൂടി വിശദീകരിച്ചത്. നൈവ കിഞ്ചിത് കരോമി ഇതി യുക്തോ മന്യേത തത്വവിത്. തത്വജ്ഞാനി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെയോ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ, വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ടുള്ള പ്രവൃത്തി സംഭവിക്കുന്നു. പക്ഷെ അതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല. ഞാൻ ആരാണ്? ഞാൻ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന സ്വരൂപമാണ് എന്ന അറിവിൽ ഇരിക്കുന്നത് കൊണ്ട് തത്വജ്ഞാനി പ്രവർത്തിച്ചാലും അതിനാൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. കുർവൻ അപി ന ലിപ്യതേ. ഇതേ ഒരു സമാനത ആർക്കുണ്ട്? കർമ്മയോഗിക്കുമുണ്ട്. പക്ഷെ അത് ആപേക്ഷികമായിട്ടാണെന്ന് മാത്രം. ചെയ്താലും ലേപനം ചെയ്യപ്പെടാതിരിക്കുക, അതാണ് ഇവിടെ തത്വജ്ഞാനിക്കുള്ള പ്രത്യേകത പറഞ്ഞത്. അതേ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതേ ഒരു ലക്ഷണം ആപേക്ഷികമായിട്ടുള്ള തലത്തിൽ കർമ്മയോഗിക്കുമുണ്ട്. അത് പറഞ്ഞു 10-11 ശ്ലോകങ്ങളിലായിട്ട്. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോതിയഃ ലിപ്യതേന സ പാപേന പത്മപത്രം ഇവാംഭസ. ഏതുപോലെയാണോ പത്മപത്രം ജലത്താൽ ലേപനം ചെയ്യപ്പെടാത്തത്, അതുപോലെ കർമ്മയോഗിയും കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ കഴിയുകയാണെന്നുണ്ടെങ്കിലും അതിനാൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി
യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത ആത്മശുദ്ധയെ. സംഘത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക് എന്ന് തുടങ്ങിയിട്ടുള്ള സംഘത്തെ ഉപേക്ഷിച്ചിട്ട്, അതെങ്ങനെയാണ് ആ സംഘത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് പറയേണ്ട വിഷയമാണ്. അവിടെയാണ് ശങ്കരാചാര്യ സ്വാമികൾ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുക. കർമ്മ യോഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ചെയ്യുന്നത് ഈശ്വരാർപ്പണമായിട്ടാണ്, ഇതിന്റെ ഫലം എനിക്കല്ല എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മള് കർമ്മം ചെയ്യുന്നു എന്ന് വെച്ചോട്ടെ. ഒരാൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്തിനു ചെയ്യുന്നു? രണ്ട് വിധത്തിൽ ഒരാൾക്ക് പ്രവർത്തിക്കാം. ഒന്നുകിൽ സ്വാഭാവികമായിട്ടുള്ള പ്രേരണ കൊണ്ട് പ്രവർത്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതെന്നാൽ കർത്തവ്യമാണെന്നുള്ള ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാം. ഒന്നുകിൽ പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് അയാൾക്ക് പ്രവർത്തിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി എന്നാൽ കർത്തവ്യമായിട്ടുള്ളതാണെന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് പ്രവർത്തിക്കാം. അപ്പൊ കർമ്മയോഗി ആയിരിക്കുന്ന ഒരാൾ പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല, മറിച്ച് ഇതെന്നാൽ കർത്തവ്യമായിട്ടുള്ളതാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതെന്റെ ധർമ്മമാണ്. കർത്തവ്യം എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ധർമ്മം എന്നുള്ള വിഷയം വന്നു. അപ്പൊ ആ ഒരു ധർമ്മം എന്നുള്ളതിനെ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ നിയമമായിട്ട് മനസ്സിലാക്കണം. ധർമ്മം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഈ ശങ്കരാചാര്യ സ്വാമികൾ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്താണ് ധർമ്മം എന്നുള്ളതിനെ നിർവചിച്ചുകൊണ്ട്. ജഗതഃ സ്ഥിതി കാരണം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന യാതൊരു മൂല്യങ്ങളുണ്ടോ അഥവാ യാതൊരു നിയമവ്യവസ്ഥകളുണ്ടോ അതാകുന്നു ധർമ്മം എന്ന് ആരംഭത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മയോഗിയായിട്ടുള്ള ഒരാള് ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളെയാണ് അനുഷ്ഠിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് എന്ത് പറയാൻ പറ്റില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്, പോക്കറ്റ് അടിക്കുകയാണ്, അതുകൊണ്ട് എന്താണ് എൻ്റെ പ്രവൃത്തി ഞാൻ എങ്ങനെയാ ചെയ്യണത്, അത് ഞാൻ പരിപൂർണമായിട്ടും നിസ്സംഗമായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണ് കർമ്മയോഗമാണ് എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. അവിടെ ധാർമ്മികമായിട്ടുള്ള കർമ്മം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കർമ്മയോഗം എന്ന് വരുന്ന സമയത്ത് ആ ധാർമ്മികത വരുമ്പോഴേക്കും അവിടെ ഈശ്വരൻ വന്നു കഴിഞ്ഞു. കാരണം അത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ് ധർമ്മം എന്നുള്ളത്. പ്രപഞ്ച വ്യവസ്ഥയെ നിലനിർത്തുന്ന ധർമ്മമാണ്, മൂല്യങ്ങളെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തിരിച്ചറിയുന്ന ഒരാള് തന്റെ കർത്തവ്യം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ കർത്തവ്യത്തെ എങ്ങനെ അനുഷ്ഠിക്കുന്നു? നിസ്സംഗമായിട്ട്, ഇതിന്റെ ഫലം എനിക്ക് എന്നുള്ള ഭാവന ഇല്ലാതെ അയാൾ സമഷ്ടിക്ക് വേണ്ടിയിട്ട്, അതാണ് ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ പറയുന്നത്. സമഷ്ടിക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ചെറിയൊരു അഹങ്കാരത്തെ വിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു യജ്ഞമാണ്, അതൊരു ഉദാത്തമായിട്ടുള്ള കർമ്മമാണ്. ഇനി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളുടെയും അധ്യക്ഷനായിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്ന് പ്രപഞ്ച നിയാമകനായിട്ട് ഈശ്വരനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ തൻ്റെ കർത്തവ്യത്തെ അനുഷ്ഠിക്കുന്ന സമയത്ത് അയാൾ ചെയ്യുന്നത് ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മമാണ്. അത്തരത്തിലുള്ള കർമ്മയോഗം ഒരാൾ അനുഷ്ഠിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നില്ല എന്ന് അവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, ന ലിപ്യതേ, അയാൾ ലേപനം, ആ കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ള സമാനത എവിടെയുണ്ട്? കർമ്മസന്യാസിയിലുമുണ്ട്, കർമ്മ യോഗിയിലുമുണ്ട്. പക്ഷെ കർമ്മയോഗിയിൽ അത് ആപേക്ഷികമായിട്ടുള്ള തലത്തിലാണ്. ആത്യന്തികമായിട്ടുള്ള അസംഗതയോ നിർലേപത്വമോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? സാഖ്യയോഗവും പൃഥക് ബാലാഹ പ്രവദന്തിന പണ്ഡിതാഹ ഏകമപ്യസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം ന. അതായത് കർമ്മയോഗത്തെയും കർമ്മസന്യാസത്തെയും ശങ്കരാചാര്യ സ്വാമികൾ തുല്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ തുല്യത വരുന്നത് എന്നുള്ളതിന് നമുക്കിവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗത്ത് സന്യാസിക്ക് അല്ലെങ്കിൽ ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മവുമായിട്ട് ലേപനം ഇല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് തന്നെ ഉള്ളതാണ്. കർമ്മയോഗിയാവട്ടെ തൻ്റെ ആ ഒരു ഭാവന കൊണ്ട് അതുമായിട്ടുള്ള സംഘത്തിൽ നിന്നും നിവൃത്തനായിട്ട് ഭവിക്കുന്നു, കർമ്മവുമായിട്ട് ലേപനം ചെയ്യപ്പെടുന്നില്ല.
തുടർന്നും അടുത്ത ശ്ലോകത്തിലും അത് തന്നെ വിശദീകരിച്ചു. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. യുക്ത എന്നുള്ളതിനവിടെ യുക്ത, യുക്തൻ, യോഗി എന്നർത്ഥം, കർമ്മയോഗി എന്നർത്ഥം. ഭാഷ്യത്തിൽ ഈശ്വരായ കർമാണി ന മമ ഫലായ ഇത്യവം സമാഹിത. യുക്ത എന്നുള്ളതിന് സമാഹിത എന്നാണ് അർത്ഥം പറയുന്നത്. പക്ഷെ എങ്ങനെ സമാഹിതനായിട്ട്? ഈ കർമ്മങ്ങൾ ഈശ്വരായ സമർപ്പിതം ഭവതി, എൻ്റെ ഈ കർമ്മങ്ങൾ ഈശ്വരനായിട്ട് സമർപ്പിക്കപ്പെട്ടുള്ളതാണ്. ന മമ ഫലായ എന്നിങ്ങനെ സമാഹിതനായിട്ടുള്ള ആള് കർമ്മഫലം ത്യക്തുക, ആ കർമ്മത്തിലുള്ള സംഘത്തെ ഉപേക്ഷിച്ചിട്ട് അതിലൂടെ എന്ന് വെച്ചാൽ സ്വാർത്ഥരഹിതമായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ട് അയാൾ ചിത്തശുദ്ധിയെ, രാഗദ്വേഷങ്ങൾക്കുപരിയുള്ള മാനസിക തലത്തെ നേടി ശമദമാദികളെ ആർജിച്ച് അയാള് തത്വശ്രവണത്തെ ചെയ്ത് തത്വജ്ഞാനത്തിലേക്ക് ഉയർന്ന് നൈഷ്ഠികയും ശാന്തിയും ആപ്നോതി. നൈഷ്ഠികയും നിഷ്ഠാപരമായിട്ടുള്ള ഒരിക്കലും ഇളകിമാറാത്ത ശാന്തിയെ പ്രാപിക്കുന്നു. അയുക്തനായിട്ടുള്ള ആളാവട്ടെ, അയുക്തൻ എന്ന് വെച്ചാൽ ഈ പ്രകാരം കർമ്മയോഗ ഭാവനയോട് ഒത്തിട്ടില്ലാത്ത ആള്, അയാളാണ് അയുക്തൻ. അയാളാവട്ടെ കാമകാരേണ, സ്വാർത്ഥപ്രേരിതമായിട്ട് പല വിധത്തിലുള്ള കാമനകളോട് കൂടിയിട്ട് കർമ്മത്തെ ചെയ്തിട്ട് ഫലയെ സക്തോ നിബദ്ധ്യത, ഫലത്തിൽ ആസക്തനായിട്ട് അയാൾ നിബദ്ധനായിട്ട് തീരുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗത്ത്, തുടർന്നുള്ള ഭാഗത്ത് വീണ്ടും ആത്മജ്ഞാനിയുടെ കർമ്മരാഹിത്യത്തെ കുറിച്ചിട്ട് പറയാണ്. യഹത്തു പരമാർത്ഥദർശിയായിട്ടുള്ള ആള്, അയാളെ കുറിച്ച് എന്താ പറയണത്? അതാണ് നമ്മള് തൊട്ട് മുന്നിലുള്ള ക്ലാസ്സിൽ പൂജ്യ സ്വാമിജിയിൽ നിന്നും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ശ്ലോകങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് പോവാം. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. അപ്പൊ പറയാണ് വശിയായിരിക്കുന്ന ആള്. വശി ആരാണ്? വശി എന്ന് പറഞ്ഞാൽ ജിതേന്ദ്രിയൻ എന്നാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ജിതേന്ദ്രിയനായിട്ടുള്ള ആള് എന്ത് ചെയ്യുന്നു? സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആസ്തേ പറഞ്ഞ എന്താ അർത്ഥം? ഇരിക്കുന്നു. സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ഇയാൾ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നത്? സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു വിധത്തിൽ അർത്ഥം മനസ്സിലാക്കാം. സാധാരണ നമ്മൾ മനസ്സിലാക്കുക ഏതർത്ഥത്തിലാണ്? അയാളൊന്നും ചെയ്യാതിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ പറയണത് അങ്ങനെ ബാഹ്യമായിട്ടുള്ള കർമ്മരാഹിത്യത്തെ കുറിച്ചല്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? മനസാ സന്യസ്യ എന്നുള്ള പ്രയോഗത്തിലൂടെ സർവകർമാണി മനസാ സന്യസ്യ, മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട്, മനസ്സുകൊണ്ട് വിവേക ജ്ഞാനം കൊണ്ട് സന്യസിച്ചിട്ട്, മനസ്സുകൊണ്ട് എന്നുള്ളതിനിവിടെ ചെയ്യുന്നു, പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്നില്ല എന്നങ്ങോട്ട് അഭിമാനിക്കുകയല്ല, അഥവാ ചെയ്യുന്നില്ല എന്നങ്ങോട്ട് സങ്കല്പിക്കുകയല്ല, മറിച്ച് എന്താണ് ഇവിടെ വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് എന്നർത്ഥം. മനസാ സന്യസ്യ പറഞ്ഞ വിവേകബുദ്ധ്യാ സന്യസ്യ. എങ്ങനെയാണ് അത് സാധിക്കുക? കർമാദൗ അകർമ്മ സന്ദർശനേന കർമ്മണ്യകർമ്മ യഃ പശ്യേത് എന്ന് നേരത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെ കർമ്മത്തെ സന്യസിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട്, അഥവാ എങ്ങനെ കർമ്മങ്ങൾ സന്യസ്തമാവുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സർവകർമാണി മനസാ സന്യസ്യ ആസ്തേ സുഖം വശി, സുഖമായിട്ട് ഇരിക്കുന്നു. എവിടെയാ ഇരിക്കുന്നത്? എല്ലാവരും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഞാൻ ഈ ദേഹത്തിൽ ഇരിക്കുകയാണെന്നുള്ള ബുദ്ധിയല്ല ഉണ്ടാവുക, മറിച്ച് എന്ത് ബുദ്ധിയാണ് ഉണ്ടാവുക? ദേഹമായിട്ട് ഞാൻ ഇരിക്കുന്നു എന്നുള്ള ബുദ്ധിയാണ് ഉണ്ടാവുക. പക്ഷെ ഈ വശിയെ സംബന്ധിച്ചിടത്തോളം ദേഹമായിട്ടിരിക്കുന്നു എന്നുള്ള ബുദ്ധിയില്ല, മറിച്ച് ദേഹത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള ബുദ്ധിയാണ്.
ദേഹത്തിൽ താൽക്കാലികമായിട്ട് അല്ലെ ലോക ദൃഷ്ടിയാ ഞാൻ എവിടെ ഇരിക്കുന്നു? ഈ ദേഹത്തിൽ ഇരിക്കുന്നു. ആ ഒരു നിലയ്ക്കാണ് ഇവിടെ നവദ്വാരേ പുരേ എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? നൈവ കുർവൻ ന കാരയൻ, ഒന്നും ചെയ്യുന്നുമില്ല, ഒട്ട് ചെയ്യിക്കുന്നുമില്ല. ഈ വിധത്തിൽ ആത്മജ്ഞാനി ഇരിക്കുന്നു. സമ്യക് ദർശിയായിട്ടുള്ള ആൾ കഴിയുന്നു. എങ്ങനെ കഴിയുന്നു? കർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ. അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെന്തേ പറഞ്ഞിട്ടുള്ളൂ? കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു, ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ബാഹ്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം അവിടെ വരണില്ല. എന്തുകൊണ്ട് വരണില്ല? മനസാ സന്യസ്യ എന്നുള്ള പ്രയോഗം ഉള്ളത് കൊണ്ട്. അയാൾ ബാഹ്യമായിട്ട് കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെയും ആന്തരികമായിട്ട് അയാൾ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു അറിവോട് കൂടിയിട്ട് അയാൾ ഇരിക്കുന്നു എന്നർത്ഥം. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താണ് ചോദ്യം? കിം യത്, നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് വരാം. കിം യത് തത് കർത്തൃത്വം കാരയിതൃത്വം ച ദേഹിനഃ സ്വാത്മസമവായി സത് സന്യാസാദന ഭവതി യഥാ ഗച്ഛതഃ ഗതിഃ ഗമന വ്യാപാര പരിത്യാഗേ ന സ്യാദ് തദ്വത് കിം വാ സ്വതഃ ഏവ ആത്മനഃ നാസ്തി ഇതി. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുകയാണ്. എന്താണ് പ്രശ്നം? ഈ കർത്തൃത്വവും കാരയിതൃത്വവും. കർത്തൃത്വം ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം. കാരയിതൃത്വം എന്താണ്? കാരയിതൃത്വം ഞാൻ ചെയ്യിക്കുന്നു എന്നുള്ള അഭിമാനം, അല്ലെ? ഞാൻ ചെയ്യുന്നു. ഞാൻ ശരീരം പ്രവർത്തിക്കുന്ന സമയത്ത് അജ്ഞാനിക്ക് എന്താണ് അഭിമാനം? ഞാൻ ചെയ്യുന്നു. കരണങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമുണ്ട്. മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനമുണ്ട്. ഇനി അങ്ങനെയല്ല, ഇതിനൊക്കെ സാക്ഷിയാണ് ആത്മാവ് പ്രവർത്തിക്കണില്ല, ആത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല. പിന്നെ എന്തേ ചെയ്യുന്നുള്ളൂ? ഈ കരണങ്ങളെയൊക്കെ പിന്നിലിരുന്ന് പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആത്മാവാരായിട്ട് തീരും? കാരയിതാവായിട്ട് തീരും, അല്ലെ? ഒന്നുകിൽ എന്താണ് കർത്താവ് എന്നുള്ള നിലയ്ക്ക്. ഇനി കുറച്ചും കൂടി നമ്മള് എന്താ പറയാ, ശരീരമല്ല, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും അല്ല ഞാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചോട്ടെ. അപ്പൊ ആ കേട്ടതിൽ ചിലപ്പോ നമുക്ക് എന്ത് ധാരണ വരാം? മാത്രമല്ല ഉപനിഷത്തിൽ പറയുന്നുണ്ട് ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനഃ, അല്ലെ? കേനേഷിതം എന്നുള്ള ചോദ്യത്തിന് കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. ആരാൽ പ്രേരിതമായിട്ടാണ് എൻ്റെ മനസ്സ് ഈ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നത്? ആരാൽ പ്രേരിതമായിട്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു? ആരാൽ പ്രേരിതമായിട്ട് പ്രാണൻ പ്രവർത്തിക്കുന്നു? എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഗുരുനാഥൻ പറയുന്നത് എന്താണ്? ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനഃ. അപ്പൊ ശ്രോത്രത്തിന്റെ ഉള്ളിലിരുന്ന്, ഭാഷ്യകാരൻ അവിടെ നമുക്ക് എങ്ങനെ പറഞ്ഞു തരിക? ശ്രോത്രത്തിന്റെ ഉള്ളിലിരുന്ന് ശ്രോത്രത്തെ പ്രചോദിപ്പിക്കുന്നവൻ, അല്ലെ? അതുപോലെ തന്നെ നേത്രത്തിന്റെ പിന്നിലിരുന്നിട്ട് നേത്രത്തെ പ്രചോദിപ്പിക്കുന്ന ആ ഒരു തത്വത്തെ, അവിടെ ആ ഒരു തത്വത്തിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ തിരിക്കും. അപ്പോ അവിടെ നമ്മള് കേവലം വാച്യാർത്ഥം മാത്രം എടുക്കുന്ന സമയത്ത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താ തെറ്റിദ്ധാരണ ഉണ്ടാവുക? അപ്പൊ ആത്മാവ് പ്രേരയിതാവാണോ കാരയിതാവാണോ? സ്വയം ചെയ്യുന്നില്ല, പക്ഷെ കാരയിതൃത്വം ചെയ്യിക്കുക എന്നുള്ള പരിപാടി ആത്മാവിനുണ്ടോ? കരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുക. അപ്പോഴും എന്തായി? പ്രവർത്തിപ്പിക്കുന്ന ആളും പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോഴും കർത്തൃത്വം വന്നു. മനസ്സിലായില്ലേ? സ്വയം പ്രവർത്തിക്കുന്നു എന്ന് വന്നാലും, ഇനി സ്വയം പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിപ്പിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അവിടെ വിക്രിയ വന്നു, മാറ്റം സംഭവിച്ചു. വിക്രിയാത്മകമായിട്ടുള്ളത് നശിക്കുന്നതുമായിരിക്കും സ്വാഭാവികമായിട്ടും. മാറ്റം എന്തിനുണ്ടോ അതിന് നാശവും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മാറ്റത്തിനും നാശത്തിനും വിധേയമായിട്ടുള്ള ഒന്നാണോ ആത്മാ? ഒരിക്കലും അല്ല. അതാണ് ഇവിടെ ചെയ്യുന്നുമില്ല ഒട്ട് ചെയ്യിക്കുന്നുമില്ല എന്ന് പറഞ്ഞത്. കർത്തൃത്വം കാരയിതൃത്വം ച. ഈ കർത്തൃത്വവും കാരയിതൃത്വവും ഇത് രണ്ടും ഇവിടെ പറയാണ് ദേഹിനഃ സ്വാത്മസമവായി സത്.
ഇത് സ്വാത്മസമവായിയാണോ? അതായത് സ്വതേ ഉള്ളതാണോ? സ്വതേ ആത്മാ കർത്താവും, അതായത് ആത്മാവിന് സഹജമായിട്ട് തന്നെ എന്തുണ്ടോ? കർത്തൃത്വവും കാരയിതൃത്വവും ഉണ്ടോ? എന്നിട്ട് സന്യസിക്കുന്ന സമയത്ത് സന്യസനാതല്ല ഭവതി, സന്യസിക്കുന്നത് കൊണ്ട് നേരത്തെയുള്ള കർത്തൃത്വം ഇല്ലാതെയാവുകയാണോ, നേരത്തെയുള്ള ഭോക്തൃത്വം അല്ലെങ്കിൽ കാരയിതൃത്വം ഇല്ലാതെയാവുകയാണോ ചെയ്യുന്നത്? കർത്തൃത്വം പറയുന്നിടത്ത് എന്താ പറയുക, ഭോക്തൃത്വവും വന്നു കഴിഞ്ഞു. അപ്പൊ സ്വതവേ കർത്തൃത്വവും കാരയിതൃത്വവും ഉണ്ട്. പക്ഷെ സന്യസിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലാതെയാവുന്നു. അങ്ങനെയാണോ എന്നാണ് ചോദ്യം. ഇത് കുറച്ച് എന്താ പറയാ, നമ്മുടെ അതിൻ്റെ ശാസ്ത്രത്തിന്റെ ഒരു മർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും അധികം വിശദീകരിക്കാനില്ല. പിന്നെ എന്തേ ചെയ്യാനുള്ള, നിധിധ്യാസനം ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ആ നിധിധ്യാസന പ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് എടുക്കാം. ഏതായാലും അപ്പൊ എന്താ ചോദ്യം? ഒരാള് നടക്കുന്നു, ഗച്ഛതഃ, ഒരാള് ഗമിക്കുന്നു, ഒരാള് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? ഗമന വ്യാപാരം പരിത്യജിക്കുന്നു. അയാൾ ഗമിക്കുന്ന വ്യാപാരത്തെ ഉപേക്ഷിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അയാൾ ഗമിക്കുന്ന ആൾ ഗമന വ്യാപാരം പരിത്യജിച്ചപ്പോ ആരായി? വ്യാപാരം ഇല്ലാത്ത ആളായി. അതുപോലെ ആത്മാവില് സ്വതവേ കർത്തൃത്വവും കാരയിതൃത്വവും സ്വതവേ ഉള്ളത് സന്യസിക്കുന്നതിലൂടെ പരിത്യജിച്ചിട്ട് കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലാതെയാവുന്നതാണോ? അങ്ങനെയാണോ ഇയാള് കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി. അപ്പൊ സർവകർമ്മങ്ങളെയും ഇയാൾ മനസ്സുകൊണ്ട് ഇരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് സ്വതവേ ഈ കർത്തൃത്വം ഉണ്ടോ? അതുപോലെ തന്നെ കരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള കാരയിതൃത്വമുണ്ടോ? ഇയാൾക്ക് പറഞ്ഞാൽ ഈ ഒരു സ്വരൂപമായിരിക്കുന്ന അവിടെ സൂചിപ്പിക്കപ്പെടുന്ന ദേഹി. ദേഹി എന്നുള്ളതിന് ഇവിടെ എന്താർത്ഥം മനസ്സിലാക്കണം? ലക്ഷ്യാർത്ഥത്തിൽ ആത്മാന്ന് മനസ്സിലാക്കണം. ദേഹി പറഞ്ഞാൽ ദേഹത്തോടൊത്തവൻ എന്നാണ് അർത്ഥം. എപ്പോഴാണ് നമ്മൾ ദേഹത്തോടൊത്തവൻ എന്ന് പറയുക? വാസ്തവത്തിൽ ആത്മാ ദേഹി, ദേഹി ആത്മാവിന് ദേഹവുമായിട്ട് സംബന്ധമുണ്ടോ? ആത്മാവ് ദേഹസംബന്ധമുള്ളതാണോ? ഒന്നുകിൽ എന്ത് പറയണം? ആത്മാവിന് ദേഹസംബന്ധം മാത്രമല്ല ഉള്ളത്, സർവവുമായിട്ട് സംബന്ധമുണ്ട് സ്വരൂപത്തേന എന്ന് പറയണം. അതല്ലാതെ ആത്മാവിന് ദേഹവുമായിട്ട് സംബന്ധം ഇല്ല. പിന്നെ അന്ധക്കരണമാകുന്ന ഉപാധിയുടെ സാന്നിധ്യത്തിൽ, അന്ധക്കരണമാകുന്ന ഉപാധിയുടെ സാന്നിധ്യത്തിൽ ഈ ആത്മതത്വത്തിന്റെ പ്രതിബിംബം, ആത്മാവാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബം അന്ധക്കരണമാകുന്ന ഉപാധിയിൽ ഉണ്ടാവണ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ ഉപാധിയുമായിട്ടുള്ള സംബന്ധം കൊണ്ട് ദേഹസംബന്ധം ഉള്ളതുപോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ദേഹസംബന്ധം ഇല്ല എന്നുണ്ടെങ്കിലും ദേഹസംബന്ധം ഉള്ളതുപോലെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ആത്മാ വാസ്തവത്തിൽ ദേഹസംബന്ധം ഉള്ളതല്ലെങ്കിലും ദേഹസംബന്ധം ഉള്ളതുപോലെ നമുക്ക് കാണപ്പെടുന്നു. അപ്പൊ ആ ദേഹസംബന്ധമുള്ള ഭാവത്തെ അല്ല നമ്മളിവിടെ ഈ പ്രകരണത്തിൽ ദേഹി എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മറിച്ച് അതിലൂടെ ആ ദേഹി എന്ന് പറഞ്ഞതിലൂടെ ഏതൊരു തത്വമാണോ ദേഹസംബന്ധത്തിലൂടെ ദേഹിയായിട്ട് ഭവിക്കുന്നത് ആ ഒരു തത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. അതായത് സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മളിവിടെ ദേഹി എന്നുള്ളതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ ആ ഒരു ദേഹി, അതായത് ആത്മാ വാസ്തവത്തിൽ കർത്തൃത്വവും കാരയിതൃത്വവും ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ? ഇതാണ് ചോദ്യം. ഉള്ള കാരയിതൃത്വത്തെയും കർത്തൃത്വത്തെയും ഉപേക്ഷിച്ചിട്ടാണോ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്? അത്ര ഉച്യത്തെ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ അതിന് മറുപടി പറഞ്ഞു. അത്ര ഉച്യത്തെ നാസ്തി ആത്മനഃ സ്വതഃ കർത്തൃത്വം കാരയിതൃത്വം ച. ആത്മാവിന് സ്വതേ കർത്തൃത്വവും ഇല്ലാട്ട് കാരയിതൃത്വവും ഇല്ല. ഉക്തം ഹി, ഇത് പറയപ്പെട്ടിട്ടുമുണ്ട് നേരത്തെ. എവിടെയാ പറയപ്പെട്ടിട്ടുള്ളത്? ഇനി പറയാൻ പോകുന്നുമുണ്ട്. അവികാര്യോയം ഉച്യത്തെ.
ഈ ഒരു ആത്മാ അവികാരിയാണ്. അതുപോലെ തന്നെ 13-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നുമുണ്ട്, ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. 13-ാമത്തെ അധ്യായത്തിൽ പറയും, അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായം അവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ഈ ആത്മാ ശരീരസ്ഥമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ന കരോതി ന ലിപ്യതേ, കർമ്മങ്ങൾ ചെയ്യുന്നില്ല, ഒട്ട് കർമ്മവുമായിട്ട് ലേപനവും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ പ്രമാണങ്ങളെ ഉദ്ധരിച്ചിട്ട് എന്ത് പറഞ്ഞു? വാസ്തവത്തിൽ ആത്മാവിൽ കർത്തൃത്വമോ കാരയിതൃത്വമോ ഇല്ല. ആത്മാവൊട്ട് കർത്താവും ആവണില്ല, കാരയിതാവും ആവുന്നില്ല എന്ന് പറഞ്ഞു. അതിനെ വിശദീകരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അവിടെ ഒരു ഉദ്ധരണിയും കൂടിയുണ്ട്. ധ്യായതീവ ലേലായതീവ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതിനെയും ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആത്മാ ധ്യായതി, ധ്യായതി എന്നല്ല ശ്രുതി പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ധ്യായതി ഇവ, ധ്യാനിക്കുന്ന പോലെ കാണപ്പെടുന്നു. ആത്മാവ് ധ്യാനിക്കുന്നില്ല, ധ്യാനം പോലും ഇല്ല ആത്മാവിൽ എന്നാ പറയണത്. നിധിധ്യാസനം എന്നുള്ളതും ആത്മാവിലില്ല. നിധിധ്യാസനം ചെയ്യുന്നവനെ പോലെ കാണപ്പെടുന്നു. ധ്യായതി ഇവ ലേലായതി ഇവ, ചേഷ്ടകളിൽ ഏർപ്പെടുന്നത് പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ചേഷ്ടിക്കുന്നില്ല, ചേഷ്ടകളിൽ ഏർപ്പെടുന്നത് പോലെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്കിപ്പോ പറയാൻ സാധിക്കുന്നു വിചാരിക്കട്ടെ. ഇത്രയും ദിവസം നമ്മൾ ശ്രവണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, എന്തുകൊണ്ട് ആത്മാവ് ചേഷ്ടിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്താ കാരണം? ആത്മാ ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് സാക്ഷിയായിട്ട് നിൽക്കുന്ന പൊരുളാണ് ആത്മാ, അല്ലെ? ആ ആത്മാവിന് യാതൊരു വിധത്തിലുള്ള പരിമിതിയുമില്ല, പൂർണ്ണസ്വരൂപമാണ് ആത്മാ. ആ പൂർണ്ണസ്വരൂപമായിട്ടുള്ള ആത്മാ പ്രവർത്തിക്കുക എന്നുള്ളത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. കാരണം അപൂർണത ഉള്ളിടത്ത് മാത്രമേ പ്രവൃത്തി സംഭവിക്കുന്നുള്ളൂ. പിന്നെ കരണങ്ങളുമായിട്ട് സംബന്ധം ഉണ്ടെങ്കിലേ പ്രവൃത്തി സാധ്യമാവുള്ളൂ. കരണസംബന്ധം ഇല്ല ആത്മാവിന്. ആത്മഭിന്നമായിട്ട് കരണങ്ങളുമില്ല. അപ്പൊ ആത്മാ എന്നുള്ളത് സർവത്ര പൂർണ്ണസ്വരൂപമാണെന്നുള്ളത് കൊണ്ട് ആത്മാവിൽ യാതൊരു വിധത്തിലുള്ള പ്രവൃത്തിയും സംഭവിക്കുന്നില്ല. ആത്മഭിന്നമായിട്ട് കരണങ്ങളില്ല, കരണങ്ങളുടെ പ്രവൃത്തിയില്ല, ഒരു വിധത്തിലുള്ള അസ്തിത്വവും ആത്മഭിന്നമായിട്ടൊന്ന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആത്മാവ് ചെയ്യിക്കുന്നു എന്ന് പറയാനും സാധ്യമല്ല. കാരണം സർവത്ര ആത്മാ അനുസ്യൂതമായിട്ട് നിലകൊള്ളുന്നു. അപ്പൊ ചെയ്യിക്കുന്നു പറയുന്നിടത്ത് ചെയ്യിക്കുന്ന ഒരാൾ വേണം, ചെയ്യുന്ന ഒരാൾ വേണം, അയാൾ ചെയ്യുന്ന പ്രവൃത്തി വേണം. ഈ ചെയ്യുന്ന ആളുടെ സ്വരൂപവും ചെയ്യിക്കുന്ന ആളുടെ സ്വരൂപവും ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വരൂപവും ഒക്കെ ആത്മഭിന്നമായിട്ട് നിലകൊള്ളുന്ന അവസ്ഥയിൽ അവിടെ ആത്മാവിൽ പ്രവൃത്തി എന്നുള്ളത് സംഭവിക്കുന്നതല്ല. നമ്മൾ വ്യാവഹാരികമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണെന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുകയാണെന്ന് വെച്ചോട്ടെ. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്തും സാമാന്യമായിട്ട് എന്താണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഘടകങ്ങൾ വേണം? പ്രവർത്തിപ്പിക്കുന്ന ഒരാള്, പ്രവർത്തിക്കുന്നതെന്ന് അല്ലെ, പ്രവൃത്തി, ഇനി പ്രവർത്തിക്കാനുള്ള കരണങ്ങൾ, പ്രവൃത്തിയുടെ ഫലം, ഇതൊക്കെ വന്നു ചേരും. പക്ഷെ ഇവിടെ ഈ ഘടകങ്ങളെല്ലാം തന്നെ ആത്മാ അഭിന്നമായിട്ട് നിലകൊള്ളുന്നതാണെന്നുള്ളത് കൊണ്ട് അവിടെ പ്രവൃത്തി എന്നുള്ളത് തന്നെ സംഭവിക്കുന്നില്ല. ഒരു മിനിറ്റ് അതിൽ അവസാനം നമുക്ക് പറയാം കേട്ടോ. ശരി, ഭഗവാൻ 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ബ്രഹ്മാർപ്പണം ബ്രഹ്മകവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി എന്ന് വെച്ചാൽ ഒരു കർമ്മത്തിന്റെ എല്ലാ ഘടകങ്ങളും ആത്മാഭിന്നമായിട്ട്, കർമ്മം ഉണ്ട് എന്ന് നമ്മൾ കാണുന്ന തലത്തിൽ ആ കർമ്മത്തിന്റെ എല്ലാ ഘടകങ്ങളും, നമ്മളിപ്പോ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാ മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, അല്ലെങ്കിൽ എടുക്കുന്നു, കുടിക്കുന്നു, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാന്ന് വെച്ചോട്ടെ. അതില് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് എന്താണ്? ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നു, ആ വിഷയത്തെ അറിയുന്ന ആളാണ് ഞാൻ
എന്നുള്ളതാണ് നമ്മുടെ അറിവ്. വിഷയം എന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഞാൻ ഏത് കരണങ്ങളെ കൊണ്ടാണോ പ്രവർത്തിക്കുന്നത് അത് ഭിന്നമായിട്ട് നിൽക്കുന്നു. ഇനി അതിലൂടെ, ആ പ്രവൃത്തിയിലൂടെ എനിക്കുള്ള ഫലം, ലഭിക്കുന്ന ഫലം അത് ഭിന്നമായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ത്രിപുടിയോടൊത്തിട്ടുള്ള, ഒന്നിനൊന്ന് ഭിന്നമാണ് ഇവയെല്ലാം എന്ന നിലയ്ക്കുള്ള അറിവാണ് നമുക്ക് സാധാരണഗതിയിലുള്ളത്. സാധാരണഗതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഞാൻ ഭക്ഷണം കഴിക്കുന്ന ആളുമാണ്, കഴിക്കപ്പെടുന്ന ഭക്ഷണവും ഞാനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേദാന്തം എന്താണ് പറയുന്നത്? കഴിക്കുന്ന ആള് കഴിക്കുന്നവനും ഞാനാണ്, പിന്നെ കഴിക്കപ്പെടുന്ന ഭക്ഷണവും ആത്മാ തന്നെയാണ്, കഴിക്കുക എന്നുള്ള പ്രവൃത്തിയും ആത്മാ തന്നെയാണ്, അല്ലെ? അതിന്റെ ഫലവും ആത്മാവ് തന്നെയാണ്, ഫലവും ഭിന്നമായിട്ടില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ലോകത്തിൽ ഭിന്നമായിട്ട് ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മള് പല ഘടകങ്ങളിൽ, ഈ പ്രപഞ്ചത്തിലുള്ള പല ഘടകങ്ങളിൽ ഒന്ന് മാത്രമായിട്ട്, കർത്താവായിട്ട് അഥവാ ഭോക്താവായിട്ട്, അല്ലെങ്കിൽ ജ്ഞാതാവായിട്ട്, പ്രമാതാവായിട്ട്, ഇങ്ങനെ ത്രിപുടിയുടെ ഒരറ്റത്ത് നിൽക്കുന്ന ആളായിട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ത്രിപുടി എന്ന് പറയുമ്പോൾ അറിയുക, അറിയുന്നവൻ, അറിവ്, പിന്നെ അറിയുക എന്നുള്ള പ്രവൃത്തി, അല്ലെ? അറിയപ്പെടുന്ന വിഷയം, അറിയുന്നവൻ, അറിയുക എന്നുള്ള പ്രവൃത്തി. ധ്യാനിക്കുക, നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനിക്കുക എന്നുള്ള ഉദാഹരണം എടുക്കാം നമുക്ക്. ഞാൻ ആരാണ്? ധ്യാനിക്കുന്നവൻ. എന്നാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്താണ്? ധ്യാനം. അപ്പൊ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഒരു ധ്യേയം വേണം, അല്ലെ? അപ്പൊ ധ്യാതാവായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിൽ നിന്നും ഭിന്നമായിട്ടുള്ള ധ്യേയത്തെ ധ്യാനിക്കുന്നു. അപ്പൊ ധ്യാതാവ് ഒന്ന് വേറെ, ധ്യേയം ഒന്ന് വേറെ, ഞാനൊന്ന് വേറെ, എന്നാൽ ധ്യാനിക്കപ്പെടുന്ന വിഷയം ഒന്ന് വേറെ. ഇതാണ് നമുക്ക് സാധാരണഗതിയിലുള്ള അറിവ്. പക്ഷെ വേദാന്ത ദൃഷ്ടി എന്താണ്? ഞാൻ എന്നുള്ളത് ശരിയാണ്, ധ്യാനിക്കുന്നവൻ നീയാണ്. ധ്യാനിക്കുന്നവൻ ആരാണ്? ഞാനാണ്, ആത്മാവാണ്. പക്ഷെ ഈ ധ്യാനിക്കുന്നവൻ മാത്രമല്ല ആത്മാ, ധ്യേയമായിട്ടുള്ള വിഷയവും ആത്മഭിന്നമായിട്ടില്ല. ഇനി ധ്യാനിക്കുന്നവൻ എന്നുള്ള ഭാവം, ധ്യാനിക്കുന്നവൻ ആരായിട്ട് തീരാം? ധ്യാനിക്കാത്തവനുമായിട്ട് തീരാം. അപ്പൊ ധ്യാനിക്കുന്നവൻ എന്നുള്ള ഭാവം സ്ഥായിയാണോ? ഇതാണ് ചോദ്യം. ധ്യാനിക്കുന്നവനാണ് ആത്മാ എന്ന് വെച്ചാൽ എപ്പോഴും ധ്യാനിക്കുന്നവനായിരിക്കണം, അല്ലെ? പക്ഷെ ആത്മാ എപ്പോഴും ധ്യാനിക്കുന്നില്ല. ധ്യാനിക്കുന്നു, ധ്യാനം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്നും നിവൃത്തനാവുകയും ചെയ്യുന്നു. അപ്പൊ ധ്യാനം എന്നുള്ള പ്രവൃത്തി സ്ഥായിയായിട്ടുള്ളതല്ല. ഞാനാകുന്ന ആത്മാവിൽ സദാ ഉള്ളതല്ല ധ്യാനിക്കുക എന്നുള്ള പ്രവൃത്തി. അതുകൊണ്ട് ധ്യാനിക്കുക എന്നുള്ള ഭാവം ആത്മാവിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. എന്തിന്റെ അപേക്ഷയിൽ കൽപ്പിതമായിട്ടുള്ളതാണ്? ധ്യാനം എന്ന വ്യാപാരത്തിന്റെ അപേക്ഷയിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. ധ്യേയത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ള പ്രവൃത്തിയുടെ അപേക്ഷയിൽ ധ്യാനം എന്നുള്ളത് കൽപ്പിതമായിട്ടുള്ളതാണ്. ആ കൽപ്പിതമായിരിക്കുന്ന ധ്യാനം എന്താവാം? മാറാം. മാറിയാലും ആര് മാറണില്ല? ഞാൻ എന്നുള്ളത് മാറുന്നില്ല. ഞാൻ ധ്യാനിക്കുന്നവനായപ്പോഴും ധ്യാനിക്കാത്തപ്പോഴും സ്ഥായിയായിട്ടുണ്ട്. ആ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നീ പരിശ്രമിക്കൂ. അതേ സ്വരൂപം തന്നെയാണ് എവിടെയും ധ്യേയമായിട്ടുള്ള വിഷയത്തിന്റെയും സ്വരൂപം. ഇത് വളരെ വിശദമായിട്ട് നമുക്ക് ഭഗവാൻ 2-ാം അധ്യായത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഈ വിഷയം തുടർന്ന് പല സന്ദർഭങ്ങളിലായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ധ്യേയമായിരിക്കുന്ന വിഷയവും എന്തല്ല? ഈ ആത്മാവിൽ നിന്നും ഭിന്നമായിട്ടുള്ളതല്ല. എങ്ങനെ ഭിന്നമല്ലാതെ ആവും? എന്നാൽ അറിയപ്പെടുന്ന ഒരു വിഷയം, ഇപ്പൊ ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ വേറെ, പുസ്തകം വേറെ.
പക്ഷെ വേദാന്തം എന്താ പറയണത്? ഈ ഒരു ഭേദം എന്നുള്ളത് എന്താണ്? കേവലം മിഥ്യയായിട്ടുള്ളതാണ് ഈ ഭേദം, കൽപ്പിതമായിട്ടുള്ളതാണ് ഭേദം. വാസ്തവത്തിൽ ഈ പുസ്തകം എന്താണോ, അല്ലെങ്കിൽ പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ കാണപ്പെടുന്നത് ഏത് സ്വരൂപമാണോ അതേ സ്വരൂപം തന്നെയാണ് ഇതിനെ അറിയുന്ന എന്റെയും സ്വരൂപം. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാം? അവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ വിധത്തിൽ പറയാം. അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ മാറാത്ത സ്വരൂപമാണ് എന്നുള്ളതിലേക്ക് നമുക്ക് അന്വേഷിച്ചിട്ട് എത്തിച്ചേരാൻ സാധിക്കും. എന്തൊക്കെ മാറുന്നുണ്ടോ അതിനെ നമുക്ക് ഞാൻ എന്ന് പറയാൻ സാധ്യല്ല. എന്തുകൊണ്ട് സാധ്യല്ല? ഞാൻ എന്നുള്ളത് നമുക്ക് എപ്പോഴും മാറാത്ത അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഞാനെന്നുള്ള അറിവിൽ നിന്നും നീങ്ങിയാലും ഞാനെന്നുള്ള ബോധം നീങ്ങിപ്പോകുന്നില്ല. ഞാനെന്നുള്ള ബോധം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ബോധം സദാ ഉള്ള ബോധമാണ്. അതുകൊണ്ട് തന്നെ അത് സത്താകുന്നു. 3 കാലത്തിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്ന സ്വരൂപമാണ് ആ ഞാനെന്നുള്ള ബോധം. അതുകൊണ്ട് അത് ഉണ്മയാകുന്നു, അസ്തിത്വമാകുന്നു, സത്താകുന്നു, ബോധസ്വരൂപമാണെന്നുള്ളത് കൊണ്ട് തന്നെ ചിത്തുമാകുന്നു. ബാഹ്യമായിട്ടുള്ള വിഷയം പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? പുസ്തകം നമ്മളെങ്ങനെ പറയാം? ഉണ്ട്. പുസ്തകം ഉണ്ട് എന്നാണ് പറയുന്നത്. പുസ്തകം എന്നുള്ളത് ഉണ്മയിൽ കൽപ്പിതമായിട്ടുള്ള ഒരു നാമരൂപമാണ്. അതുപോലെ തന്നെ ഉണ്മയിൽ കൽപ്പിതമായിട്ടുള്ള ഒരു നാമരൂപമാണ് ഡെസ്ക് എന്നുള്ളത്, മൈക്ക് എന്നുള്ളത്, ആകാശം എന്നുള്ളത്, വായു എന്നുള്ളത്. എല്ലായിടത്തും അനുസ്യൂതമായിട്ടുള്ളത് എന്താണ്? ഉണ്ട് എന്നുള്ള ഉണ്മയാകുന്നു. നാമരൂപങ്ങൾ മാറി മാറി വരുന്നതാണ്, പക്ഷെ ഉണ്മയ്ക്ക് മാറ്റം ഉണ്ടാവണില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്മ രണ്ടുണ്ടാവാനും സാധ്യതയില്ല. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു വിചാരത്തിലേക്ക്, ഏത് അറിയുന്നവനും അറിയപ്പെടുന്ന വിഷയവും രണ്ടല്ല എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഈ വിധത്തിലാണ്. അറിയുന്നവന്റെ സ്വരൂപം സത്സ്വരൂപമാണ്, ചിത്ത് സ്വരൂപവുമാണ്. ഇനി അറിയപ്പെടുന്ന വിഷയം നമുക്ക് ചിത് സ്വരൂപമാണെന്ന് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കാം. പക്ഷെ സത്ത് സ്വരൂപമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പ്രയാസമില്ല. കാരണം എന്താണ്? ഉണ്ട് എന്നുള്ള ഉണ്മയ്ക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവണില്ല. അത് സാമാന്യമായിട്ട് സർവത്തിലും നമുക്ക് മനസ്സിലാക്കപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സത്സ്വരൂപമായിട്ടുള്ള ചിത്സ്വരൂപമായിട്ടുള്ള ആത്മാവുണ്ടോ ആ ആത്മാവിൽ ഉപാധി സംബന്ധം കൊണ്ട് കൽപ്പിതമായിട്ടുള്ള ഭാവമാണെന്ത്? ഏത്? ഈ ദ്രഷ്ടാവ് അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ പ്രമാതാവ് എന്നുള്ള ഭാവം, ധ്യാതാവ് ധ്യാനിക്കുന്നവൻ എന്നുള്ള ഭാവമൊക്കെ ഈ ഉപാധിയുടെ സംബന്ധം കൊണ്ട്, ഈ സൂക്ഷ്മ ഉപാധിയുടെ, അതോടൊപ്പം സ്ഥൂല ഉപാധി കൂടി വന്നു ചേരുന്നു. സൂക്ഷ്മ ഉപാധി തന്നെ സൂക്ഷ്മ ശരീരം, അതിൽ തന്നെ അന്ധകരണ ഉപാധിയുടെ സംബന്ധം കൊണ്ട് കൽപ്പിതമായിട്ടുള്ള ഒരു ഭാവം മാത്രമാണ് എന്ത്? ഞാൻ കാണുന്നവനാണ്, ഞാൻ അറിയുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ധ്യാനിക്കുന്നവനാണ്. ഇതൊക്കെ ഉപാധി സംബന്ധം കൊണ്ട് ഞാനാകുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ കൽപ്പിതമായിട്ടുള്ള ഭാവം മാത്രമാണ്. അതേപോലെ തന്നെ കൽപ്പിതമായിട്ടുള്ള ഭാവമാണ് എന്ത്? പുസ്തകം, അല്ലെങ്കിൽ മൈക്ക്, അല്ലെങ്കിൽ മേശ, ആകാശം. ഈ ഭാവങ്ങളെല്ലാം തന്നെ അധിഷ്ഠാനമായിരിക്കുന്ന ആത്മതത്വത്തിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. ഏതുപോലെ അധിഷ്ഠാനമായിട്ടുള്ള ആത്മതത്വത്തിൽ അന്ധകരണമാകുന്ന ഉപാധിയുടെ സംബന്ധം കൊണ്ട്, ആ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന അഹങ്കാര വൃത്തി കൊണ്ട് ഞാനെന്നുള്ള അഭിമാനം മിഥ്യാകൽപിതമായിട്ടുണ്ടാവണോ അതുപോലെ തന്നെ കൽപ്പിതമായിട്ടുള്ളതാണ് ഈ ജഗത്ത് എന്നുള്ള ഭാവവും. നാമരൂപാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചവും എന്നിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം എന്ത് പറയും? ആത്മാവിൽ കൽപ്പിതമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ കൽപ്പിതമായിട്ടുള്ളതാണെന്ന് പറയും. പക്ഷെ നിതിധ്യാസനത്തിന്റെ തലത്തിൽ എന്താണ്? ആത്മാവിൽ കൽപ്പിതമായിട്ടുള്ളത്, ബ്രഹ്മത്തിൽ കൽപ്പിതമായിട്ടുള്ളത് എന്നുള്ളതിന് പകരം എന്നിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവം ലയം യാതി തദ് ബ്രഹ്മാക്ഷരമസ്മ്യഹം എന്ന് പറയും. മയ്യേവ സകലം ജാതം, ഇതെല്ലാം എന്നിൽ നിന്നും, ഈ ഒരു
ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്നുള്ള ഭാവങ്ങളാവട്ടെ, ഈ ഒരു ത്രിപുടി ആയിക്കോട്ടെ, അറിയുന്നവൻ, അറിയപ്പെടുന്ന വിഷയം, അറിവ് എന്നുള്ള പ്രക്രിയ, ഈ ത്രിപുടി ആവട്ടെ, ധ്യാനിക്കുന്നവൻ, ധ്യാനിക്കപ്പെടുന്ന വിഷയം, ധ്യാനം എന്നുള്ള പ്രക്രിയ, ഇതൊക്കെ എന്താണ്? എന്നിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് എന്ത് പറയുന്നത്? ധ്യായതീവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ധ്യാനിക്കുന്നവനെ പോലെ, ധ്യാനിക്കുന്നവനല്ല, മറിച്ച് ധ്യാനിക്കുന്നവനെ പോലെ. ഉപാധിയുടെ അപേക്ഷയിൽ നോക്കുന്ന ആൾക്ക് ധ്യാനിക്കുന്നു എന്ന് തോന്നുന്നു. സ്വയം ഉപാധിയുടെ അപേക്ഷയിലാണ് നമ്മളെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കരണങ്ങളിൽ നിന്നൊക്കെ നിവൃത്തനായിട്ടിരിക്കുമ്പോൾ ആരാണ്? അല്ലെങ്കിൽ ഒരു ധ്യേയത്തിലേക്ക് നമ്മൾ മനസ്സിനെ വ്യാപരിപ്പിക്കുമ്പോൾ നമ്മൾ ആരാണ്? ധ്യാനിക്കുന്നവനാണ്. താദാത്മ്യമുള്ള സമയത്ത് നമ്മൾ ആരാണ്? ധ്യാനിക്കുന്നവനാണ്. അപ്പോ ഇവിടെ ചോദ്യം ഇതാണ്, ഈ ധ്യാനിക്കുന്നവൻ അഥവാ പ്രവർത്തിക്കുന്നവൻ എന്നുള്ള ഭാവം ആത്മാവിൽ സ്വതവേ ഉണ്ട്. കർമ്മം എന്നുള്ളത് ആത്മാവിൽ സ്വതവേ ഉണ്ട്. കർത്താവ് എന്നുള്ള ഭാവം ആത്മാവിൽ സ്വതവേ ഉണ്ട് എന്ന് വെച്ചോട്ടെ. അപ്പൊ അയാൾ കർമ്മം ചെയ്യാണ്ടിരുന്നാൽ ആരാവും? കർമ്മങ്ങളെ ഉപേക്ഷിച്ചാൽ അയാൾ ആരാവും? പ്രവർത്തിക്കാത്തവനാവും. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുകയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വശി? അതോ ആത്മാവിൽ സ്വതേ കർത്തൃത്വം ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടെ അയാളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ചെയ്യുകയും ചെയ്യിക്കുകയും എന്നൊക്കെ രണ്ടായിട്ട് പറയാം. പക്ഷെ ചുരുക്കിയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് പറയാണ്. അല്ലെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അപ്പൊ ഇവിടെ ചോദ്യത്തിന് എന്താ മറുപടി? അങ്ങനെയല്ല, ആത്മാവിൽ സ്വതേ കർത്തൃത്വമോ കാരയിതൃത്വമോ ഇല്ല. അതുകൊണ്ട് ആണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ ന കാരയൻ ആസ്തേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും കൂടി വിശദമാക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. നമുക്ക് ശ്രദ്ധിക്കാനുള്ള ശ്ലോകത്തിൽ നമ്മൾ ചൊല്ലി നേരത്തെ, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. ന കർത്തൃത്വം ലോകസ്യ പ്രഭുഃ സൃജതി. പ്രഭുഃ എന്നുള്ളതിന് പ്രകർഷേണ ഭവിച്ചവൻ എന്നാണ് അർത്ഥം. ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ പ്രഭു എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ ആത്മാ എന്നാണ് പ്രഭു എന്നുള്ളതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ആത്മാ പരമാത്മാ, നമ്മുടെ സ്വരൂപമായിരിക്കുന്ന ആ ഒരു കേവല ബോധം ലോകത്തിന് ന കർത്തൃത്വം ന കർമാണി സൃജതി. കർത്തൃത്വമോ പിന്നെ കർമ്മങ്ങളോ ഉണ്ടാക്കുന്നില്ല. ഇതൊരു പുതിയ വിഷയമല്ല അല്ലെ? നമ്മൾ നേരത്തെ 3-ാം അധ്യായത്തിൽ, സ്വാമിജി നേരത്തെ 3-ാം അധ്യായത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയണ്ടായി. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ? പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാ ഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജത്തെ എന്ന് പറഞ്ഞു. മാത്രമല്ല ഭഗവാൻ 4-ാം അധ്യായത്തിൽ, ഞാൻ അതിലേക്ക് വിശദീകരിക്കാൻ പോകുന്നില്ല കേട്ടോ, കാരണം നേരത്തെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ പറയണ്ടായി, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ള പ്രസിദ്ധമായ ശ്ലോകം. അവിടെ എന്ത് പറയണുണ്ട്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അഭിമാം വിദ്യ അകർത്താരം അവ്യയം. ഈ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നവനാണെന്നുണ്ടെങ്കിലും എന്നെ എങ്ങനെ മനസ്സിലാക്കൂ? അകർത്താവും അവ്യയനുമായിട്ട് നീ എന്നെ മനസ്സിലാക്കൂ. തൊട്ടടുത്ത ശ്ലോകത്തിൽ എന്താണ്? നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബദ്ധ്യത്തെ എന്നും പറഞ്ഞു. എന്താ പറയണത്? നമാം കർമാണി ലിംബന്തി, എന്നെ കർമ്മങ്ങൾ ലേപനം ചെയ്യുന്നില്ല. നമേ കർമ്മഫലേ സ്പൃഹ, എനിക്ക് കർമ്മഫലത്തിലൊട്ട് സ്പൃഹയും ഇല്ല. ഇതി മാം യഹ അഭിജാനാതി, ഈ വിധത്തിൽ ആരാണോ എന്നെ അറിയുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമേവ പറയുകയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ അവിടെ പറയാണ്, ഞാനിവിടെ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വ്യക്തിഭാവത്തോട് കൂടിയിട്ടല്ല ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് സർവാത്മാ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരാണോ സ്വാത്മാവിനെ ഈ പ്രകാരത്തിൽ മനസ്സിലാക്കുന്നത്, ഇതിമാം യോഭിജാനാതി, ഈ വിധത്തിൽ ആരാണോ ആത്മാവിനെ മനസ്സിലാക്കുന്നത് അയാളും ഒന്നും പ്രവർത്തിക്കുന്നില്ല. കർമ്മഭിർന സബദ്ധ്യത്തെ, അയാളും കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയങ്ങൾ നേരത്തെ ഭഗവാൻ തന്നെ നമുക്ക്
ഉപദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ആവർത്തനം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഈ ഒരു പ്രകരണത്തിൽ ഇതേ വിഷയത്തെ തന്നെ ഭഗവാൻ ആവർത്തിക്കുന്നത്. അപ്പൊ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഹു. ലോകത്തിന് എന്നുള്ളതിന് ലോകർക്ക്, മനുഷ്യർക്ക് എന്നർത്ഥം മനസ്സിലാക്കാം. മനുഷ്യന്, ലോകർക്ക്. കർത്തൃത്വമോ പിന്നെ കർമാണി, കർമ്മങ്ങളെയോ. കർത്തൃത്വം, അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ കർത്ത. ഇപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എവിടെ ഇരിക്കുന്നത്? ഞാൻ കേൾക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അതെന്താണത്? അത് കർത്തൃത്വമാണ്. പക്ഷെ ഭഗവാൻ എന്താ പറയണത്? ഞാൻ കർത്തൃത്വം ഉണ്ടാക്കിയിട്ടില്ല. പ്രഭു ആത്മാ കർത്തൃത്വത്തെ ഉണ്ടാക്കിയിട്ടില്ല. ആത്മാവ് എന്തല്ല? കർത്താവല്ല എന്ന് ചുരുക്കം. ഒട്ട് കർമ്മങ്ങളുമല്ല, കർമ്മത്തെയും ഉണ്ടാക്കിയിട്ടില്ല. കർമ്മങ്ങൾ എന്നുള്ളതിന് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ വ്യാകരണാർത്ഥത്തിലുള്ള കർമ്മം എന്നാണ് അർത്ഥം പറയുക. അതായത് രഥ ഘട പ്രാസാദാദീനി എന്ന് വെച്ചാൽ ലോക വിഷയങ്ങൾ, ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ എന്നാണ് കർമ്മം എന്നുള്ളതിന് ഇവിടെ അർത്ഥം എടുത്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ എടുക്കണം എന്നില്ല, ക്രിയകൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ കർത്തൃത്വമോ കർമ്മമോ ലോകസ്യ പ്രഭുകോ ന സൃജതി. ലോകത്തിന് പ്രഭു എന്ത് ചെയ്യുന്നില്ല? കർത്തൃത്വമോ കർമ്മങ്ങളോ സൃഷ്ടിക്കുന്നില്ല. മാത്രമല്ല എന്ന കർമ്മഫല സംയോഗം, കർമ്മഫലവുമായിട്ടുള്ള സംയോഗവും പ്രഭു ഉണ്ടാക്കുന്നില്ല. എന്താണ് ഈ കർമ്മഫലമായിട്ടുള്ള സംയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഭോക്തൃത്വം. കർമ്മഫലവുമായിട്ട് ഏത് വിധത്തിലാണ് നമുക്ക് സംയോഗം ഉണ്ടാവുക? നമ്മൾ അതിന്റെ അനുഭവത്തെ നേടുന്നു എന്നുള്ള വിധത്തിലാണ് നമുക്ക് സംയോഗം ഉണ്ടാവുക. സാധാരണ ഭക്തിശാസ്ത്രത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? അവിടെ നമുക്ക് ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പല സന്ദർഭങ്ങളിൽ പല വിധത്തിൽ ഉദ്ധരിച്ച് കേൾക്കാറുണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് ഈ പ്രകരണത്തിനനുസരിച്ച് മാത്രമേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഭക്തിശാസ്ത്രത്തിൽ നമ്മൾ എങ്ങനെയാ കേൾക്കുക? ഇവിടെ തന്നെ ഭഗവാൻ പറയാൻ പോകുന്നുണ്ടല്ലോ, ഈശ്വര സർവഭൂതാനാം ഹൃദയേശർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് പറയാൻ പോകുന്നുണ്ട്. എന്താണ്? സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, വട്ടം കറക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് ആര്? ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ നിലകൊണ്ടിട്ട് പല വിധത്തിലുള്ള കർമ്മങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഈ വിധത്തിൽ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ഇവിടെ കർമ്മഫലാധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടായി. അവിടെയൊക്കെ ഈശ്വരനാണ് എന്ത് ചെയ്യുന്നത്? സർവപ്രവൃത്തികളെയും കർമ്മത്തിലേക്ക് നിയോഗിക്കുന്നത് എന്നുള്ള ഒരർത്ഥം വന്നു ചേരും. അത് ആ തലത്തിൽ ശരി തന്നെയാണ്. ഒരു ലോക നിലവാരത്തിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കണം. കാരണം അവിടെ പ്രപഞ്ചമുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ജീവനുണ്ട്. അപ്പൊ നിയാമകമായിട്ടുള്ള ഈശ്വരത്വമുണ്ട്. ആ തലത്തിൽ എന്തുണ്ട്? ജീവനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഫലം സ്വാഭാവികമായിട്ട് ഈശ്വര നിയമത്തിനനുസരിച്ച് വന്നു ചേരുന്നുണ്ട്. അപ്പൊ കർമ്മഫല സംയോഗമൊക്കെ അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്ന തലം എന്ന് പറഞ്ഞാൽ ആ വ്യാവഹാരിക തലമല്ല, അതിനും ഉപരിയുള്ള ആ വ്യാവഹാരിക തലത്തെ അതിക്രമിച്ചിട്ടുള്ള തലത്തിലേക്കാണ് ഇവിടെ ഭഗവാൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് ആത്മജ്ഞാനിയുടെ തലമാണ്, അല്ലെ? നൈവ കുർവൻ ന കാരയൻ നവദ്വാരേ പുരേ ദേഹി സുഖം ആസ്തേ എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് ഭഗവാൻ ഇവിടെ കർത്തൃത്വവും കാരയിതൃത്വവും ആത്മാവിൽ സ്വതേ ഇല്ല തന്നെ. അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഉള്ള കർത്തൃത്വത്തെയും കാരയിതൃത്വത്തെയും ഉപേക്ഷിച്ചിട്ടല്ല, മറിച്ച് സ്വതേ ആത്മാവിന് കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലാത്തത് കൊണ്ടാണ് കർത്തൃത്വവും കാരയിതൃത്വവും ഇല്ലാതെ ഇവിടെ വശിയായിട്ടുള്ള ആള് സുഖമായിട്ട് ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ കർമ്മഫല സംയോഗം. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന സംശയം എന്താണ്? ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോ അപ്പൊ ആരാണ് ഈ പ്രവർത്തിക്കുന്നത്? അല്ലെ, പ്രവൃത്തിയൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കർത്തൃത്വവും കാരയിതൃത്വവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ആരാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്? പ്രഭുവല്ല ഇതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോ പിന്നെ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ആരും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ സാധ്യല്ല നമ്മുടെ അനുഭവത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെന്താണ് മറുപടി?
സ്വഭാവസ്തു പ്രവർത്തതേ, സ്വഭാവതു പ്രവർത്തതേ. ഈ ഒരു ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ആര് ഹേതുവായിട്ടാണ് ഈ പറഞ്ഞ വ്യാപാരങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണെങ്കിൽ സ്വഭാവതു പ്രവർത്തതേ. എന്താണ് സ്വഭാവം? സ്വഭാവ. സ്വഭാവ ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ അവിദ്യാലക്ഷണ പ്രകൃതി മായ എന്നാണ് സ്വഭാവ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അവിദ്യാലക്ഷണമായിരിക്കുന്ന പ്രകൃതി മായ, അതാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രകൃതിയുടെ മായയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരം ഉള്ളത്. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ മായയുടെ കാര്യരൂപത്തിൽ നിലകൊള്ളുന്നവയാണ്. മായ മൂലപ്രകൃതി, മൂലപ്രകൃതിയുടെ കാര്യരൂപമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ള സർവ കരണങ്ങളും തന്നെ. ആ ഉപാധികളാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അബദ്ധവശാൽ എന്ത് സംഭവിക്കണോ? ഈ വേർതിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ട് ഉപാധികൾ പ്രവർത്തിക്കുകയാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഉപാധികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത്, അതിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു ചിന്ത വരും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരീരം ജഡമായിരിക്കുന്ന ഒന്നല്ലേ, അല്ലെ? ജഡമായിരിക്കുന്ന ശരീരം പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? മായ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മായ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ശരീരേന്ദ്രിയ മനോബുദ്ധികളായിട്ട് നിലകൊണ്ടിട്ടാണ് പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നത്. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ എന്ന് പറഞ്ഞിടത്തും ഈ സംശയം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇന്ദ്രിയങ്ങൾ ജഡമായിട്ടുള്ളതല്ലേ, അവയ്ക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? ജഡമായിരിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. എന്താ മറുപടി? ഈ ജഡമായിരിക്കുന്ന കരണങ്ങളെ സജീവമാക്കിയിട്ട് നിർത്തുന്ന വിധത്തിൽ അവിടെ മായ എന്ത് ചെയ്യുന്നു? ആത്മപ്രതിബിംബത്തെ, മായോപാധിയായിട്ടുള്ള മനസ്സിൽ ആത്മപ്രതിബിംബം രൂപപ്പെടുന്നു. ആ ആത്മപ്രതിബിംബം ഹേതുവായിട്ട് ഈ ശരീരാധികരണങ്ങളെല്ലാം സജീവമായിട്ട് തീരുന്നു. അജ്ഞാനി എങ്ങനെയാണ് ഞാൻ എന്നുള്ളതിനെ എണ്ണുന്നത്? ഈ ഉപാധികളോട് ചേർന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാവത്തെ ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. വിജ്ഞാനിയാവട്ടെ ഇത് കേവലം ഔപാധികമായിട്ടുള്ള ഭാവമാണെന്ന് അറിഞ്ഞിട്ട് അതുമായിട്ട് താതാത്മ്യപ്പെടാതെ നിൽക്കുന്നു. മനസ്സിലായില്ലേ? കരണങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴും മനസ്സ് വ്യാപരിക്കുമ്പോഴും എന്താണ് വിജ്ഞാനിയുടെ നില? അഹങ്കാരം, അവിടെ അഹങ്കാരവൃത്തി പ്രവർത്തിക്കുന്ന സമയത്തും ജ്ഞാനി അഹങ്കാരവൃത്തിയുമായിട്ട് താതാത്മ്യപ്പെടാതെ നിൽക്കുന്നു. അഹങ്കാരവൃത്തിയായിട്ട് താതാത്മ്യപ്പെടുമ്പോ ആരായി? ജീവനായി. അഹങ്കാരവൃത്തിയായിട്ട് താതാത്മ്യം വിട്ട് നിൽക്കാൻ ആർക്ക് സാധിക്കുന്നു? ജ്ഞാനിക്ക് സാധിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? അറിവ് കൊണ്ട് സാധിക്കുന്നു. ഇത് കേവലം മിഥ്യയാണ്, ഔപാധികമായിട്ടുള്ള തലത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് താതാത്മ്യപ്പെടാതെ നിൽക്കാൻ ആർക്ക് സാധിക്കുന്നു? ജ്ഞാനിക്ക് സാധിക്കുന്നു. എന്നാ അജ്ഞാനിയാവട്ടെ ആ ഔപാധികമായിട്ടുള്ള ആ ഒരു ഭാവത്തെ ഞാനെന്ന് കണക്കാക്കിയിട്ട് ലോകത്തിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. സ്വഭാവ മായ എന്നുള്ള ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് ഇവിടെ മായ എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പൊ മായയെയും മായ കാര്യങ്ങളെയെല്ലാം സ്വഭാവം എന്ന് പറയാം. മനസ്സിലായി? മായയും മായ കാര്യങ്ങളും, മായാകാര്യമായിട്ടുള്ള ഉപാധി, അതിലുണ്ടാവുന്ന പ്രതിബിംബം, ഇതൊക്കെ എന്താണ്? ആ മായയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആത്മാ പ്രവർത്തിക്കുന്നില്ല. പിന്നെ ആത്മാവ് എങ്ങനെ നിലകൊള്ളുന്നു? ആത്മാവ് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. പ്രവർത്തിക്കുന്നില്ല എന്ന് പറയണമെന്ന് വെച്ചാൽ എന്ത് പറയണം? ആദ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയണം. അതുകൊണ്ട് പ്രവർത്തിക്കുന്നുമില്ല, ഒട്ട് പ്രവർത്തിക്കാതെ ഇരിക്കുന്നുമില്ല. ആത്മാവ് എങ്ങനെ ഇരിക്കണോ? ആത്മാവായിട്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ ഇരിക്കണോ? ഇപ്പോഴും. ഇനി വേറൊന്നെന്താന്ന് വെച്ചാൽ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ നമ്മൾ അജ്ഞാനിയായിട്ടിരിക്കുന്ന സമയത്തായാലും ആത്മാ, അല്ലാതെ ആത്മജ്ഞാനിക്ക് മാത്രം ആത്മാവ് പ്രവർത്തിക്കാതിരിക്കുകയും അജ്ഞാനികൾക്കൊക്കെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാന്നുള്ളതല്ല, അല്ലെ? അജ്ഞാനിയായിരിക്കുമ്പോഴും ആത്മാ യാതൊരു വിധത്തിലുള്ള പ്രവൃത്തിയിലും ഏർപ്പെടാതെ അസംഗമായിട്ട്, ഏകമായിട്ട്, പൂർണ്ണമായിട്ട് യാതൊരു വിധത്തിലുള്ള ജനന മരണ ഭാവങ്ങളൊന്നും ഇല്ലാതെ
കേവലമായിരിക്കുന്ന സ്വരൂപത്തിൽ നിലകൊള്ളുന്നു. സാക്ഷിബോധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സാക്ഷി എന്നുള്ള നിലയ്ക്കല്ലേ നമുക്ക് ആ ഒരു ആത്മാവിലേക്ക് നമുക്ക് പ്രവേശം ലഭിക്കുന്നത്. സാക്ഷി എന്നുള്ള നിലയ്ക്ക് നമ്മള് പ്രതിബിംബം എന്ന് പറയുന്നത് ഉപാധിയുമായിട്ട് താതാത്മ്യപ്പെടുമ്പോ പ്രതിബിംബ ഭാവമായി. എങ്ങനെ? അതെ അതെ. അത് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്ധകരണമല്ലേ ഉപാധി. സമഷ്ടി ഉപാധിയാണെങ്കിൽ ഈശ്വരൻ എന്ന് പറയായിരുന്നു. ചൈതന്യത്തിന്റെ പ്രതിബിംബം തന്നെ, പക്ഷെ പ്രതിബിംബം സമഷ്ടിയായിരിക്കുന്ന ഉപാധിയിലാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വര ഭാവത്തെ, അതാണല്ലോ ഈശ്വരൻ. ഇതിപ്പോ ചെറിയൊരു ഉപാധിയാണുള്ളത്, അതുകൊണ്ട് അജ്ഞാനിയായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ എന്താ പറയുക ഇത്രയും മഹത്വം ഈ ജഡമായിരിക്കുന്ന ശരീരം ഇങ്ങനെ ചേതനാവത്തായിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പ്രതിബിംബം ഈ ശരീരം ആസകലം വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതിന് പരിമിതത്വം ഉണ്ട്. ഈ അന്ധകരണമാകുന്ന ഉപാധിയിലാണ് അത് പ്രതിബിംബിച്ചത് എന്നുള്ളത്. ഈശ്വരനും പ്രതിബിംബം തന്നെയാണ്. ഏതിന്റെ പ്രതിബിംബാണ്? പക്ഷെ അവിടെ ഉപാധി വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല, ഈശ്വരന് പരിമിതത്വം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഈശ്വരത്വം എന്നുള്ളതും ആത്യന്തികമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഈശ്വരത്വം എന്നുള്ളതും ആപേക്ഷിക തലം മാത്രമാണ്. പ്രപഞ്ചത്തെ അപേക്ഷിച്ചിട്ട്, കാര്യരൂപമായിരിക്കുന്ന പ്രപഞ്ചത്തെ അപേക്ഷിച്ച്, മായ ഉപാധിയെ അപേക്ഷിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. സത്യം എന്നുള്ളത് ഈശ്വരത്വമാണ്. ഈശ്വരന്റെ സ്വരൂപമാണ് സത്യമായിട്ടുള്ളത്. സമഷ്ടിതലം വ്യഷ്ടിതലം ഉള്ളപ്പോ സമഷ്ടിതലം, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷെ ഈ ഒരു പ്രതിബിംബത്തെ നമുക്ക് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതെന്താണ്? ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു വിധത്തിലുള്ള ജ്ഞാനബാധയുണ്ടാവരുത്. പക്ഷെ ഇപ്പൊ നമുക്ക് ബാധ അനുഭവപ്പെടുന്നുണ്ട്, അജ്ഞാനിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതും ഈശ്വരനാണെങ്കിൽ, ഈശ്വരന്റെ ലക്ഷണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 1-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഉപോദ്ഘാത ഭാഷ്യത്തിൽ പറയും, ഒരു വിധത്തിലുള്ള മറവുമില്ലാത്ത അല്ലെ ജ്ഞാനൈശ്വര്യ ശക്തി ബലവീര്യ തേജോഭിഹി സദാസമ്പന്ന എന്നാണ് പറയുന്നത്. അവിടെ ഒരു വിധത്തിലും മറവ് വരാതെ ആണ് ഈ ഈശ്വരനായിട്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അപ്പൊ ഈ താല്പര്യം മനസ്സിലായല്ലോ. സ്വഭാവസ്തു പ്രവർത്തത്തെ. ഇത് ഇങ്ങനെ നമുക്ക് എന്താ പറയാ, ഒരു ക്ലാസ്സിലിരുന്ന് അർത്ഥം പറഞ്ഞു തീർക്കാവുന്ന ഒരു ശ്ലോകമല്ല ഇതും. ഇതിന് മുന്നിലുള്ളതും അതുപോലെ തന്നെ ആത്മജ്ഞാനിയുടെ തലത്തെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യമല്ലാത്തതാണ്. ആ ഒരു ആത്മജ്ഞാനിയുടെ തലം എന്നുള്ളത് അജ്ഞാനിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? യാനിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ എന്ന് പറയുന്നുണ്ടായി. അപ്പൊ ആത്മജ്ഞാനിയുടെ തലത്തിലേക്ക് ഉയരുമ്പോ മാത്രമാണ് ആ തലം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അതുവരെ നമുക്ക് സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാലും പ്രവർത്തിക്കണില്ല എന്ന് അയാൾക്ക് അറിയാൻ പറ്റുക, പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് അയാൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നുള്ളത് സംശയം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരി, അടുത്ത ശ്ലോകത്തിൽ പരമാർത്ഥതഹതു, പരമാർത്ഥമായിട്ട് കർത്തൃത്വവും കർമ്മത്വവും ഒന്നും, കർമ്മം എന്നുള്ളതിന് വിഷയം എന്നും അർത്ഥം പറയാം, ക്രിയ എന്നും അർത്ഥം പറയാം കേട്ടോ. ഇതും പിന്നെ കർമ്മഫല സംയോഗവും ലോകത്തിന് സൃഷ്ടിക്കുന്നില്ല പ്രഭു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സംശയം, കർമ്മഫല സംയോഗം ഇല്ല എന്നാണോ പറയുന്നത്? പിന്നെ ആളുകൾ ഈ കഷ്ടപ്പെട്ട് കർമ്മത്തിൽ ഏർപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദ്യം. അപ്പൊ അതിനെ ഒന്നും കൂടി, കർമ്മഫല സംയോഗം ഇല്ല എന്ന് പറഞ്ഞതിനെ ഒന്നും കൂടി വിശദമാക്കുകയാണ് അടുത്ത വരിയില്. എന്താണ്? നാദത്തേ കസ്യചിത് പാപം നചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. പറയാണ്,
നാദത്തെ കസ്യചിത് പാപം, ആരുടെ പാപവും കർമ്മഫല സംയോഗം സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ വിശദാക്കാണ്. ആത്മാവ് ഇവിടെ വിഭു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഇവിടെയും ആത്മാ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാ, സാക്ഷി സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോ സാക്ഷി രൂപമായിട്ടുള്ള ആത്മാ. ഈ ആത്മാവിന് എന്തില്ല? പുണ്യവുമില്ല, ഒട്ട് പാപവുമില്ല. നാദത്തെ കസ്യചിത് പാപം, ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല ഈ ആത്മാ. ഇതൊക്കെ വേറെ അർത്ഥത്തിൽ പറയാറുണ്ട് കേട്ടോ. പ്രകരണത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ട് ഈശ്വരൻ ആരുടെയും പുണ്യത്തെയോ പാപത്തെയോ സ്വീകരിക്കുന്നില്ല ആ നിലയ്ക്ക് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ പ്രകരണത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ വേണം അർത്ഥം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇവിടെ ആത്മാ എന്നുള്ള അർത്ഥം, ഈ ആത്മാ നാദത്തെ കസ്യചിത് പാപം, ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും ആരായിട്ട് തീരുന്നില്ല? പാപിയായിട്ട് തീരുന്നില്ല. ഇനി മാത്രമല്ല, പാപം മാത്രമല്ല, പുണ്യവും, ആത്മാവ് ആരുടെയും പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. അപ്പൊ കർമ്മഫലം ഈ രണ്ട് വിധത്തിലാണ് ഉണ്ടാവുക. ധർമ്മ രൂപമായിട്ടുള്ള കർമ്മത്തിന് പുണ്യം, അധർമ്മ രൂപമായിട്ടുള്ള കർമ്മത്തിന് പാപം. അപ്പൊ അത് ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ലോകത്തിൽ പറയല്ലോ, കർമ്മം ചെയ്താൽ എന്റെ ഫലം അനുഭവിക്കാണ്ട് പോകാൻ പറ്റില്ല അല്ലെ. പക്ഷെ ഇവിടെ എന്താ ഭഗവാൻ പറയണത്? കർമ്മം ചെയ്താലല്ലേ ഫലം അനുഭവിക്കേണ്ടി വരുള്ളൂ. കർമ്മമേ ചെയ്യണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫലം അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. അതുകൊണ്ട് ആത്മാവിൽ പുണ്യവും ഏശുന്നില്ല, ഒട്ട് പാപവും ഏശുന്നില്ല. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു. പിന്നെയോ, അപ്പൊ ഞാൻ കർത്താവാണ് എന്നൊക്കെ ആളുകൾ ധരിക്കുന്നതിന് എന്താ കാരണം? അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇങ്ങനെ വന്നുവല്ലോ, ഹായ് എനിക്ക് ഇങ്ങനെ വന്നുവല്ലോ. രണ്ട് വിധത്തിൽ, പുണ്യം വരുമ്പോ ഹായ്, പാപം വരുമ്പോ അയ്യോ. ഇത് രണ്ടും നമ്മൾ പറയാറുണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാണ്, അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ. അജ്ഞാനം ഹേതുവായിട്ട് ജ്ഞാനം ആവൃതമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യാണ്? ഞാൻ കർത്താവാണ്, ഭോക്താവാണ് എന്ന വിധത്തിൽ സ്വയം തെറ്റിദ്ധരിക്കാൻ ഇടവന്നിരിക്കുകയാണ്. ഇവിടെ ഭാഷ്യത്തിൽ കിമർത്ഥം തർഹി ഭക്തൈഹി പൂജാതി ലക്ഷണം യാഗദാന ഹോമാദികം ച സുകൃതം പ്രയുജ്യത്തെ ഇതി ആഹാ എന്ന് പറഞ്ഞിട്ടാണ് അജ്ഞാനേനാവൃതം ജ്ഞാനം എന്നുള്ള മറുപടി കൊടുക്കുന്നത്. അതായത് പുണ്യപാപങ്ങളായിട്ടൊന്നും സംബന്ധമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്തിൽ ആളുകൾ യാഗം, ദാനം, ഹോമം, പൂജ തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്തിനാ ചെയ്യണത്? എന്തുകൊണ്ടാണ് ചെയ്യണത്? അപ്പൊ അതിനെന്താ മറുപടി? അവർക്ക് എന്താണ് മറുപടി പറഞ്ഞത്? അവരജ്ഞാനികളായതുകൊണ്ടാണ് ചെയ്യുന്നത്. യാഗവും ദാനവും പൂജയും ഹോമവും ഒക്കെ ആളുകൾ ചെയ്യാൻ എന്താ കാരണം? അത് അജ്ഞാനം കൊണ്ട് ചെയ്യുന്നതാണെന്നാണ് മറുപടി. അതുകൊണ്ട് ഇതൊന്നും സാമാന്യ ലോകത്തിന് കിട്ടേണ്ട ഉപദേശമല്ല. ആണെങ്കിൽ എന്ത് സംഭവിക്കും? സാമാന്യ ലോകത്തിന് ഇവിടെ ഇരിക്കുന്നവരൊന്നും പിന്നെ സാമാന്യരല്ല എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല അല്ലെ. അഥവാ ഇനി യാഗവും ദാനവും പൂജയും ഹോമവും ഒന്നും ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണ്? ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ആരാ പ്രവർത്തിക്കുന്നത്? അജ്ഞാനികളാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ആ തലത്തിലേക്ക് അതൊക്കെ നമ്മൾ പറയുമെങ്കിലും ആത്യന്തികമായിട്ടുള്ള തലത്തിൽ അത് തന്നെ, കർമ്മവുമായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ളത് തന്നെ. പക്ഷേ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ. അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവൃതമാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജന്തുക്കൾ, ഇവിടെ മനുഷ്യന്മാർ എന്ന് പറയണില്ല, പകരം ജന്തുക്കൾ എന്നേ പറയണുള്ളൂ. എന്തായിരിക്കും കാരണം? മനനശേഷി ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഏത് വിശേഷണം യോഗ്യമുള്ളൂ? മനുഷ്യന്മാർ എന്നുള്ള വിശേഷണം യോഗ്യമുള്ളൂ. ഇവിടെ മനനശേഷി ഉപയോഗിക്കാത്തത് കൊണ്ടാണല്ലോ ഈ വിധത്തിൽ മോഹത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് വിളിച്ചാൽ മതി എന്നാണ്? ജന്തുക്കൾ എന്ന് വിളിച്ചാൽ മതി. ജനിച്ച് മരിച്ച് പോകുന്ന ശീലത്തോടൊത്തിട്ടുള്ളവർ ജന്തുക്കൾ. മുഹ്യന്തി, മോഹത്തെ പ്രാപിക്കുന്നു, മോഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവൃതമാക്കപ്പെട്ടത് കൊണ്ടാണ്. ഈ അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവൃതമാക്കപ്പെട്ടാൽ, അതായത് ഞാൻ അകർത്താവാണ്, അഭോക്താവാണ്, പൂർണ്ണാത്മസ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണെന്നുള്ള ബോധം അറിയപ്പെട്ടാൽ അവിടെ നിൽക്കില്ല പ്രശ്നം. അജ്ഞാനം മാത്രമാണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും സംസാരം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? സുഷുപ്തിയിൽ നമുക്ക് എന്ത് സംസാരമുള്ളത്?
അവിടെ അതൊന്നും നമ്മൾ അറിയണില്ല. ആ ഒരു സ്ഥിതി മാത്രമേ ഉണ്ടാവുള്ളൂ. അജ്ഞാനം മാത്രമാണ് പ്രശ്നം എന്ന് വെച്ചാൽ. പക്ഷെ അജ്ഞാനം ഹേതുവായിട്ട് അഥവാ മായയുടെ ഈ ഒരു ആവരണ ശക്തി, ജ്ഞാനം എന്താ പറയാ, ജ്ഞാനം മറയ്ക്കപ്പെടുന്ന സമയത്ത് അതിന്റെ തുടർച്ചയായിട്ട് വിക്ഷേപവും സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് വിക്ഷേപം? അനാത്മാക്കളിൽ ആത്മബുദ്ധി ഉണ്ടാവാനും കാരണമായിട്ട് തീരുന്നു. അതിന്റെ ഫലമായിട്ട് രാഗാദി ദോഷങ്ങൾ ഉള്ളവരായിട്ട് നമ്മൾ തീരുന്നു. അപ്പൊ ആ രാഗാദി ദോഷത്തിൽ നിന്നും മുക്തമാവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. വിക്ഷേപത്തെ നീക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനെന്താ ഉപായം? രാഗാദി ദോഷത്തോടൊത്ത് അല്ലെ, അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ട്, ജ്ഞാനം മറയ്ക്കപ്പെട്ട് രാഗാദി ദോഷത്തോടൊത്തവരായിട്ട് നമ്മൾ കഴിയുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും മുക്തമാവാനുള്ള ഉപായം എന്താണ്? കർമ്മം ചെയ്യാതിരിക്കുക, അതാണോ ഉപായം? അല്ല, അവിടെ നമുക്ക് മായയെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്. മായ ഹേതുവായിട്ടാണ് ഈ പ്രശ്നമൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാലും മായയുടെ നല്ല വശത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. കർമ്മമൊക്കെ മായയുടെ ഉള്ളിൽ അകപ്പെട്ടതാണ്, മായയിൽ അന്തർഭവിക്കുന്നതാണ് സർവകർമ്മങ്ങളും. പക്ഷെ ആ മായയെ നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട്. ഏത് മായയെ? വിദ്യാമായയെ നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? യാഗം, ദാനം, ഹോമം തുടങ്ങിയിട്ടുള്ളവയ്ക്കൊക്കെ പ്രസക്തി ഉണ്ട് എന്ന് പറയാണ്. ഏത് തലത്തിൽ? അജ്ഞാനിയായിട്ടിരിക്കുന്ന തലത്തിൽ യാഗദാന ഹോമങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ട്. അതൊന്നും ഉപേക്ഷിക്കാൻ ഇവിടെ നമ്മളോട് ശാസ്ത്രം പറയണില്ല. എന്താണ് ശാസ്ത്രം പറയുന്നത്? അജ്ഞാനം കൊണ്ടാണ് കർമ്മത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ ഇവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കർമ്മ കലാപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും എന്താണ് ഉപായം? കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, നേരിട്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഉപായമല്ല. അത് നേരത്തെയും ഭഗവാൻ പറയണ്ടായി. കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ചിത്തശുദ്ധിയെ സമ്പാദിക്കണം. ചിത്തശുദ്ധി സമ്പാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രശ്രവണ മനനങ്ങളിലേക്ക് നീങ്ങാം. ആ ശാസ്ത്രശ്രവണ മനനങ്ങളിലൂടെ അജ്ഞാനവും നീങ്ങിക്കിട്ടും. ആദ്യം വിക്ഷേപത്തെ നീക്കാനായിട്ട് പരിശ്രമിക്കുക. വിക്ഷേപം നീങ്ങിക്കഴിയുമ്പോൾ ആവരണം നമുക്ക് എങ്ങനെ നീക്കാൻ പറ്റുള്ളൂ? കർമ്മം കൊണ്ട് ആവരണം നീങ്ങില്ല, പക്ഷെ വിക്ഷേപം നീങ്ങും. മനസ്സിലായില്ലേ? ആവരണം ജ്ഞാനം കൊണ്ട് മാത്രമേ നീങ്ങുള്ളൂ. ജ്ഞാനവൃത്തി കൊണ്ട് മാത്രമേ അജ്ഞാനാവരണം നീങ്ങുള്ളൂ. പക്ഷെ വിക്ഷേപം എന്ന് പറയുമ്പോൾ രാഗദ്വേഷാദികളായിട്ടുള്ള ദോഷങ്ങളെ നമുക്ക് കർമ്മം കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് നീക്കാൻ സാധിക്കും. ചിത്തശുദ്ധിയെ സമ്പാദിക്കാൻ സാധിക്കും. ആ ശുദ്ധമായിട്ടുള്ള ചിത്തത്തിലാവട്ടെ തത്വജ്ഞാനത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ, ആ തത്വജ്ഞാനം പ്രകാശിക്കും. എങ്ങനെ പ്രകാശിക്കും? ശാസ്ത്രശ്രവണജന്യമായിട്ടുള്ള അറിവ്. അതാണ് ആത്മാകാര വൃത്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മാകാര വൃത്തി ഈ ത്രിപുടിയെ എന്ത് ചെയ്യുന്നു? മിഥ്യ എന്ന് പറഞ്ഞിട്ട് നിരാകരിക്കുന്നു. കർത്താവ്, കർമ്മം, ക്രിയ, അല്ലെങ്കിൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നുള്ള ഈ ഒരു ത്രിപുടി ഉണ്ടല്ലോ, ഈ ത്രിപുടി വാസ്തവമല്ല എന്ന് പറഞ്ഞിട്ട് ആ ത്രിപുടിയുടെ സത്യത്വത്തെ എടുത്തു കളയും. വീണ്ടും ത്രിപുടി കാണപ്പെടാം, പക്ഷെ അത് സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നില്ല. ത്രിപുടിയെ ഇല്ലാതാക്കിയിട്ട് എന്ന് വെച്ചാൽ സമാധ്യഭ്യാസം, ആ സമാധ്യഭ്യാസം ചെയ്ത് ഏകാത്മപ്രജ്ഞയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ആത്മാവ് കർത്താവും അഭോക്താവുമായിട്ടുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതായത് ആത്മാവ് അകർത്താവും അഭോക്താവുമായിട്ട് തീരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏകാത്മപ്രത്യത്തെ നമ്മൾ നേടി, അല്ലെ, സർവവിധത്തിലുള്ള അന്യവൃത്തികളെയും നിവാരണം ചെയ്ത് അങ്ങനെ ആത്മാവിനെ എന്താക്കണം? അകർത്താവും അഭോക്താവുമാക്കിയിട്ട് തീർക്കണം. അങ്ങനെ വേണ്ട എന്നാ പറയുന്നത്. എന്താ കാരണം? നിങ്ങൾ എന്ത് കർമ്മത്തിൽ വേണമെങ്കിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നോളൂ. അങ്ങനെ എന്ത് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ആത്മാവ് എന്താവണില്ല? കർത്താവും ഭോക്താവും ആവണില്ല. അയ്യോ, അപ്പൊ ജ്ഞാനമല്ലല്ലേ സ്വരൂപം? എന്തുകൊണ്ടാണ് ആത്മാവ് കർത്താവും ഭോക്താവും ആവാത്തത്? ജ്ഞാനസ്വരൂപമാണ് ആത്മാ എന്നുള്ളത് കൊണ്ട്, കേവലമായിരിക്കുന്ന സ്വരൂപമാണ് ആത്മാ എന്നുള്ളത് കൊണ്ട്, കരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ കരണങ്ങൾ ആത്മഭിന്നമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആത്മാവിന് കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നും ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല.
അപ്പോ ഇവിടെ ഒരു ചോദ്യം വരാം, ആത്മാജ്ഞാന സ്വരൂപമാണെങ്കിൽ പിന്നെ എങ്ങനെ അജ്ഞാനത്തിന് ആത്മാവിനെ മൂടാൻ പറ്റുക? അല്ലെ, അജ്ഞാനം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എടുക്കാം അർത്ഥം? ജ്ഞാനത്തിന്റെ അഭാവം എന്ന അർത്ഥം എടുക്കാം. ആത്മാവ് ജ്ഞാനസ്വരൂപമാണെങ്കിൽ പിന്നെ അവിടെ ഒരു അജ്ഞാനത്തിന് നിൽക്കക്കള്ളി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വരാം. എന്താ മറുപടി? അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാന അഭാവമല്ല, മറിച്ച് ജ്ഞാന വിരോധിയാണ്. വിരോധാർത്ഥത്തിലാണ് അവിടെ എന്നുള്ള നഞ്ഞ് പ്രയോഗം വന്നിരിക്കുന്നത്, അല്ലാതെ ജ്ഞാനമില്ലായ്മ എന്നുള്ള അർത്ഥത്തിലല്ല. ജ്ഞാനത്തെ എന്ത് ചെയ്തിരിക്കും? മറച്ചിരിക്കുകയാണ്. ആ മറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവരണം, അജ്ഞാനത്തിന്റെ ആവരണ ശക്തി എന്ന് പറയുന്നത്. ആ ആവരണ ശക്തി എന്താണ്? ഇവിടെ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കർത്താവാണ്, ഇതെന്നാൽ ചെയ്യപ്പെടുന്ന കർമ്മമാണ്, ഇതിന്റെ ഫലം എനിക്ക് അനുഭവിക്കണം, അല്ലെ? ഈ കർമ്മം ചെയ്തിട്ട് ഇതിന്റെ ഫലം ഞാൻ അനുഭവിക്കും, ഈ ശരീരം വിട്ട് ഞാൻ വേറെ ശരീരത്തെ പ്രാപിക്കും. ഈ വിധത്തിൽ ജീവഭാവത്തിൽ തന്നെ കാണാൻ ഇടയാവുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ്. ഏറ്റവും അജ്ഞാനിയായിരിക്കുന്ന ആൾക്ക് ജീവഭാവം പോലും പ്രസക്തല്ല. അയാൾ എന്താ വിചാരിക്കുന്നത്? പശുപ്രായന്മാരായിട്ട് ആളുകൾ ജീവിക്കുന്നു, അല്ലെ? അവര് കർമ്മത്തെയും കർമ്മഫലം അനുഭവിക്കുന്ന ഒരു ദേഹിയെ പോലും അംഗീകരിക്കുന്നില്ല. പക്ഷെ ആ കർമ്മഫലം അനുഭവിക്കുന്ന ദേഹിയുടെ തലം പോലും എന്തല്ല? ആത്യന്തികമല്ല. അതിനും ഉപരി പറയുകയാണെന്നുണ്ടെങ്കിൽ കർമ്മവും കർമ്മഫലവും കർമ്മഫലത്തെ അനുഭവിക്കുന്ന ദേഹിയും ഇതൊന്നും തന്നെ ആത്മഭിന്നമായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ കാണപ്പെടുന്നു എന്നുള്ളത് കേവലം മിഥ്യാതലത്തിൽ മാത്രമാണ്. ആത്യന്തികമായിട്ട് ഇതെല്ലാം ഏകസ്വരൂപമായിരിക്കുന്ന ആത്മാവായിരിക്കുന്നു. അതുകൊണ്ട് ആത്മാ ഒരു വിധത്തിലുള്ള കർമ്മവും ചെയ്യുന്നില്ല, ഫലവും അനുഭവിക്കുന്നില്ല. ഇത് അറിയുന്നവനായതുകൊണ്ട് യോഗി അല്ലെങ്കിൽ ഇവിടെ പറയുന്ന വശി എങ്ങനെയിരിക്കുന്നു? നവദ്വാരേ പുരേ നൈവ കുർവൻ ന കാരയൻ സുഖം ആസ്തേ, സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ വളരെ വിചാരം ചെയ്യേണ്ട രണ്ട് ശ്ലോകങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ വിചാരം ചെയ്ത് എന്ന് വെച്ചാൽ ശാസ്ത്രത്തിന്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഈ ഉപദേശിക്കപ്പെടുന്നത്. ഇത് നമുക്ക് നിരന്തരമായിട്ടുള്ള ശ്രവണം കൊണ്ട് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ചിത്തശുദ്ധി അപേക്ഷിച്ചിട്ട് നമുക്ക് ആ ഒരു തത്വം പ്രകാശിക്കാൻ ഇടവരട്ടെ. അതെ, ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതായത് സൂര്യന്റെ പ്രകാശത്തിൽ ലോകത്തിലെ ആളുകൾ പലതും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയത്തെ മനസ്സിലാക്കാനും കൂടി ഉപകരിക്കാം. അതായത് സൂര്യന്റെ പ്രകാശത്തിൽ ഈ ലോകത്തിലുള്ള പ്രവൃത്തികളെല്ലാം നടക്കുന്നു, പക്ഷെ സൂര്യൻ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയാൻ സാധ്യല്ല. അതുപോലെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ കരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു, പക്ഷെ അപ്പോഴും ആത്മാ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയാൻ സാധ്യല്ല. ഗുരുവും ഈശ്വരനും ഒന്നാണോ? ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ. ഗുരുവും ഈശ്വരനും ഒന്നായിട്ട് കാണണം, അല്ലെ? ഈശ്വരൻ തന്നെയാണ് ഗുരുവിന്റെ രൂപത്തിൽ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഗുരുവിനെ കാണുന്നത്. ശരി, തൽക്കാലം ഉപസംഹരിക്കുകയാണ്. ഇനി ഓം കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.